നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കുറച്ച് പഴയ സിനിമയാണ്. പഴയ സിനിമ എന്ന് പറഞ്ഞാൽ പഴയ കാലത്തുള്ള സിനിമയല്ല, പഴയ കാലഘട്ടം കാണിക്കുന്ന ഒരു സിനിമയാണ്. നമ്മൾ ഒരിക്കലും ബോറടിപ്പിക്കാത്ത ഒരു സിനിമ. ഈ സിനിമയുടെ വൺലൈൻ പറഞ്ഞാലും ഈ സിനിമയെ അത് ബാധിക്കില്ല. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ഇതിൽ കണ്ട് ആസ്വദിക്കാൻ തന്നെ ഇഷ്ടംപോലെ ത്രില്ലിംഗ് മൂവ്മെന്റ്സും വിഷ്വലും എല്ലാം കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ വൺലൈൻ പറഞ്ഞാലും ഈ സിനിമക്ക് കണ്ടിരിക്കുമ്പോൾ ഒരു കോട്ടവും സംഭവിക്കില്ല. നമ്മളുടെ ആസ്വാദനത്തെ അതൊരിക്കലും ബാധിക്കില്ല. അതുകൊണ്ട് ആദ്യം ഈ സിനിമയുടെ ഒരു വൺലൈൻ പറഞ്ഞുതരാം. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ജർമ്മനിയിലെ ഹിറ്റ്ലർക്ക് വേണ്ടി വലിയൊരു ബോംബ്, ആറ്റം ബോംബ് ഉണ്ടാക്കി കൊടുക്കാൻ സഹായിച്ച വലിയൊരു സയന്റിസ്റ്റ്. അങ്ങേര് യുദ്ധമെല്ലാം കഴിഞ്ഞ് ജർമ്മനിയെ അമേരിക്കയും സോവിയറ്റ് യൂണിയനും കൂടെ തകർത്തപ്പോൾ അമേരിക്കയുടെ അണ്ടറിലായി. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അങ്ങേരെ കാണുന്നില്ല. അങ്ങേരെ ഏതെങ്കിലും രാജ്യങ്ങൾക്കോ അല്ലെങ്കിൽ വലിയ കമ്പനികൾക്കോ കിട്ടിയാൽ പിന്നെ അവരായിരിക്കും ഈ ലോകം ഭരിക്കാൻ പോകുന്നത്. കാരണം അങ്ങേരെ ഉപയോഗിച്ച് ഇഷ്ടം പോലെ ആറ്റം ഡിവൈസുകൾ ആ രാജ്യങ്ങളും കമ്പനികളും നിർമ്മിച്ചെടുക്കും. അതുകൊണ്ട് ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അങ്ങേരെ എങ്ങനെയും പിടിച്ച് തിരിച്ചു കൊണ്ടുവരണം. അതിനായിട്ട് അമേരിക്കയിൽ CIA നിന്നും ഒരു ഏജന്റ് ഇറങ്ങിത്തിരികയാണ്. എന്നാൽ ഇതേ ലക്ഷ്യത്തോടു കൂടെ സോവിയറ്റ് യൂണിയനിൽ നിന്നും, അതായത് ഇപ്പോഴത്തെ റഷ്യ, അവിടെ നിന്നും ഒരു KGB ഏജന്റും ഇതേ ലക്ഷ്യത്തിന് പുറപ്പെടുന്നുണ്ട്. KGB എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ CIA എന്ന് പറയില്ലേ, അതുപോലെ സോവിയറ്റ് യൂണിയന്റെ രഹസ്യ ഏജൻസിയാണ്. എന്തായാലും അവരിൽ ആരാണ് ഈ മിഷൻ പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. ഞാൻ ഇത്ര പറഞ്ഞാലും ഈ സിനിമ ഒരിക്കലും ഇതൊന്നും ബാധിക്കില്ല. എന്തായാലും ഫിലിം ക്രോണിക്കിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നാൽ പിന്നെ നമുക്ക് 2015 റിലീസ് ചെയ്ത ദ മാൻ ഫ്രം UNCLE എന്ന സിനിമയുടെ കഥ കേൾക്കാം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ 1963 ബെർലിൻ മതിലാണ് കാണിക്കുന്നത്. ഈ ബെർലിൻ മതിൽ എന്താണെന്നുള്ള കാര്യം നമ്മൾ ഇതിന് മുന്നേ ഒരു സിനിമ ചെയ്തപ്പോൾ അതിൽ പറഞ്ഞിരുന്നു. ആ സിനിമയിൽ ഈസ്റ്റ് ബെർലിനിൽ നിന്നും വെസ്റ്റ് ബെർലിനിലേക്ക് ആളുകൾ രക്ഷപ്പെടുന്നതിൻ്റെ ഒരു കഥയായിരുന്നു. ഏതായാലും ആ സിനിമ ഈ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കാം. അതെന്തിന് ഞാൻ ഇവിടെ പറഞ്ഞു എന്ന് വെച്ചാൽ ആ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാകും. എന്തായാലും ഞാൻ കുറച്ചൊന്ന് ഇവിടെ പറഞ്ഞുതരാം. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജർമ്മനി അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയന്റെയും കയ്യിലായപ്പോൾ അവർ രണ്ടുപേരും കൂടെ ആ രാജ്യം പകുത്തെടുത്തു. ശരിക്കും രണ്ടായിട്ടല്ല, നാല് രാജ്യങ്ങളാണ് കയ്യിലാക്കി വെക്കുന്നത്. പക്ഷെ ഞാൻ എന്തിനിങ്ങനെ പറഞ്ഞു എന്ന് വെച്ചാൽ ഇതിനെല്ലാം നേതൃത്വം കൊടുത്തിരുന്നത് അമേരിക്കയും സോവിയറ്റ് യൂണിയനും ആയിരുന്നു. എന്തായാലും ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജർമ്മനിയുടെ തലസ്ഥാനമാണ് ബെർലിൻ. ഈ ബെർലിൻ ആണെങ്കിൽ സോവിയറ്റ് യൂണിയന്റെ കഷ്ണത്തിലാണ് കിടക്കുന്നത്. പക്ഷെ ഒരു തലസ്ഥാനമായതുകൊണ്ട് തന്നെ, ക്യാപിറ്റൽ ആയതുകൊണ്ട് തന്നെ അതും വേർതിരിച്ചെടുക്കണം. അതുകൊണ്ട് സോവിയറ്റ് യൂണിയന്റെ കൈക്കലുണ്ടായിരുന്ന ബെർലിനെ അവർ വീണ്ടും പകുത്തെടുത്തു. അതിന്റെ ഒരു ഭാഗം, വെസ്റ്റ് ഭാഗം അമേരിക്കയ്ക്കും ഈസ്റ്റ് ഭാഗം സോവിയറ്റ് യൂണിയനും കിട്ടി. എന്നാൽ ഈ ഈസ്റ്റ് ഭാഗത്തുണ്ടായിരുന്നവരുടെ ജീവിതം വളരെ ദുർഘടമായിരുന്നു. ഇപ്പോഴത്തെ നോർത്ത് കൊറിയയിലെ ജനങ്ങൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെയായിരുന്നു ഈസ്റ്റ് ബെർലിനിലെ ആളുകളുടെ ജീവിതം. അതുകൊണ്ട് അവർ വെസ്റ്റ് ബെർലിനിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഇത് മനസ്സിലാക്കിയ സോവിയറ്റ് യൂണിയൻ ആ മതിലുകളുടെ സുരക്ഷ കുറച്ചുകൂടെ കൂട്ടുകയും അവിടെ സൈന്യത്തെയെല്ലാം നിർത്തുകയും ചെയ്തു. അതുകൊണ്ട് ഈസ്റ്റിൽ നിന്ന് ആർക്കും വെസ്റ്റിലേക്ക് പോകാൻ പറ്റില്ല. ആ ഒരു കാലഘട്ടമാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്, 1963. എന്തായാലും നമുക്കിപ്പോൾ സിനിമയിലേക്ക് കടക്കാം. ഇപ്പോൾ വെസ്റ്റ് ബെർലിനിൽ നിന്ന് ഈസ്റ്റ് ബെർലിനിലേക്ക് നമ്മുടെ ഏജന്റ്, CIA ഏജന്റ് ആയിട്ടുള്ള നമ്മുടെ ഹീറോ കാവി പോവുകയാണ്. അവൻ അങ്ങോട്ട് എന്തിനു പോകണമെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ഒരു സയന്റിസ്റ്റിനെ പറഞ്ഞില്ലായിരുന്നോ, അമേരിക്കയിൽ നിന്നും രക്ഷപ്പെട്ട ഒരു സയന്റിസ്റ്റ്, അങ്ങേരുടെ മകളെ കാണാനാണ്. അവളിപ്പോൾ ഈസ്റ്റ് ജർമ്മനിയിൽ പെട്ടുകിടക്കാണ്. അതുകൊണ്ട് പുറത്തു വരാൻ പറ്റില്ല. അതുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്ന് തന്നെ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇപ്പോൾ ഹീറോ കേവി അങ്ങോട്ട് ചെല്ലുന്നത്. അങ്ങനെ ചെക്ക് പോയിന്റിൽ നിന്ന് ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് അവൻ അകത്തേക്ക് കയറി ചെല്ലുന്ന നേരം ഒരാൾ അവന്റെ കയ്യിലേക്ക് എന്തോ ഒരു പാക്കറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. ആ പാക്കറ്റിനകത്ത് ഗണ്ണാണ്. അങ്ങനെ അവിടുന്ന് ഒരു ടാക്സിയും പിടിച്ച് അവൻ നേരെ ചെല്ലുന്നത് ഒരു വർക്ക് ഷോപ്പിലേക്കാണ്, ഒരു മെക്കാനിക് ഷോപ്പിലേക്കാണ്. അവിടെയാണ് നേരത്തെ പറഞ്ഞ സയന്റിസ്റ്റ് ഇല്ലേ, അങ്ങേരുടെ മകൾ ജീവിക്കുന്നത്, അവൾ ജോലി ചെയ്യുന്നത്. അങ്ങനെ അകത്തേക്ക് കയറി ചെല്ലുന്ന നേരം അവൾ കാറിനടിയിൽ എന്തോ ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ ആൾ അവിടെ എത്തുമ്പോൾ തന്നെ, കാവി അവിടെ എത്തുമ്പോൾ തന്നെ ആ കാറിനെ കുറിച്ചുള്ള പ്രത്യേകതകൾ അങ്ങനെ വർണ്ണിക്കാൻ തുടങ്ങും. അവൻ ജർമ്മനിലാണ് ഇതെല്ലാം സംസാരിക്കുന്നത്. ഇത് കേൾക്കുന്ന ആ സയന്റിസ്റ്റിന്റെ മകൾ ടീന, അവൾ കാറിന്റെ പുറത്തേക്ക് വന്ന്, ഇതിപ്പോൾ ഒരു ജർമ്മനിക്കാരൻ സംസാരിക്കുന്നതിലും നന്നായിട്ടാണല്ലോ നിങ്ങൾ ജർമ്മൻ സംസാരിക്കുന്നതെന്ന് പറയും. അവൾക്ക് ഇതിനു മുന്നേ കാവിയെ വലിയ പരിചയമൊന്നുമില്ല. എന്നാൽ അവനെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും കുറച്ച് കാശുള്ള നാട്ടിൽ നിന്നാണ് ഇവൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, അമേരിക്കയിൽ നിന്നാണ് അവൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന്. എന്നാൽ കേവി ആണെങ്കിൽ അവളോട് സംസാരിച്ച് അവിടെ ഉണ്ടായിരുന്ന സീറ്റിൽ വന്നിരിക്കും, അവളുടെ ചെറി വന്നിരിക്കും. അതെല്ലാം അവൾക്ക് അത്രക്കങ്ങ് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ആൾ ചോദിക്കും, നിന്റെ അച്ഛൻ എവിടെ പോയെന്ന്. അതിന് അവൾ പറയും, എൻ്റെ അച്ഛനെ ഞാൻ കണ്ടിട്ട് 18 വർഷമായി, അങ്ങനെ ഇപ്പോൾ എവിടാന്ന് പോലും എനിക്കറിയില്ല. ഇതെല്ലാം എന്നോട് ചോദിച്ചിട്ട്, ഈ നാട്ടിൽ പെട്ടുകിടക്കുന്ന എന്നോട് ചോദിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കും. അന്നേരമാണ് കേവി പറഞ്ഞു കൊടുക്കുക, രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ജർമ്മനിയിലെ ഹിറ്റ്ലർക്ക് വേണ്ടി നിന്റെ അച്ഛൻ ഇഷ്ടം പോലെ ആറ്റോമിക് ഡിവൈസുകൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷേ യുദ്ധം അവസാനിച്ചപ്പോൾ അങ്ങേര് അമേരിക്കയുടെ അണ്ടറിലായി. പക്ഷേ ഈ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ അങ്ങേര് ആവിയായി പോയി. അങ്ങേര് എവിടേക്ക് പോയെന്ന് ആർക്കും അറിയില്ല. പക്ഷേ അങ്ങേരുടെ കഴിവെല്ലാം വെച്ച് അങ്ങേര് ഏതെങ്കിലും രാജ്യങ്ങൾക്കോ വലിയ കമ്പനികൾക്കോ കിട്ടിയാൽ പിന്നെ ഈ ലോകം നശിക്കാൻ പോകുന്ന കണ്ടുപിടുത്തങ്ങളായിരിക്കും, ബോംബുകളൊക്കെ ആയിരിക്കും അവർ അങ്ങേരെ കൊണ്ട് നിർമ്മിച്ചെടുക്കുക. അതുകൊണ്ട് ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, ഈ ലോകം ഇനിയും മുന്നോട്ട് പോകാനായി നിന്റെ അച്ഛൻ എവിടെയാന്ന് ചോദിക്കുന്ന നേരം അവൾ വീണ്ടും പറയും, എനിക്ക് എൻ്റെ അച്ഛൻ എവിടെയാന്ന് പോലും അറിയില്ല. അതിന് കേവി, നിനക്ക് നിന്റെ അച്ഛൻ എവിടെയാന്ന് അറിയില്ല, പക്ഷെ നിന്റെ അച്ഛൻ എവിടെയാന്ന് അറിയുന്ന ഒരാളെ നിനക്കറിയാം, നിന്റെ അങ്കിൾ റൂഡിയോട് ചോദിച്ച് നിന്റെ അച്ഛൻ എവിടെയാന്ന് പറഞ്ഞു തന്നാൽ മതി. ഇതേ സമയം നമ്മുടെ ആള് പെട്ടിയിലേക്ക് നോക്കുന്ന
നേരം അതിലൊരു ട്രാക്കർ കാണും, ഒരു റഷ്യൻ മെയ്ഡ് ട്രാക്കർ, അതായത് സോവിയറ്റ് യൂണിയൻ മെയ്ഡ് ട്രാക്കർ. ഇതേ സമയം ഗേബി പുറത്തേക്ക് നോക്കുന്നേരം ഒരു റഷ്യൻ ഏജന്റ്, ഒരു റഷ്യൻ KGB ഏജന്റ് അവരെ ലക്ഷ്യമാക്കിയിട്ട് ആ വർക്ക് ഷോപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ മനസ്സിലാക്കിയ ഗേബി അവളോട് പറയാം, ഞാൻ നിനക്കൊരു ഓഫർ തരാം, നീ എന്നെ സഹായിക്കുകയാണെങ്കിൽ ഈസ്റ്റ് ജർമ്മനിയിൽ നിന്നും ഞാൻ നിന്നെ വെസ്റ്റ് ജർമ്മനിയിലേക്ക് എത്തിച്ചേരാം. അവിടുന്ന് നല്ലൊരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് നമുക്ക് രണ്ടുപേർക്കും സംസാരിച്ച് പിരിയാം, എന്താ നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൾ ഓക്കെയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവളുടെ കാറിൽ പുറത്തേക്ക് ഇറങ്ങും. നമ്മുടെ ആൾ കാറിന്റെ തൊട്ട് പിന്നിൽ താഴ്ന്നാണ് ഇരിക്കുക. പുറത്താരോ അവനെയും തെരഞ്ഞോണ്ട് വരുന്നുണ്ടല്ലോ, അവനെയോ അവളെയോ തെരഞ്ഞോണ്ട് വരുന്നുണ്ടല്ലോ. എന്തായാലും താഴ്ന്നിരുന്നിട്ടും കാര്യമില്ല, ആ KGB ഏജന്റ് അവനെയും ഫോളോ ചെയ്ത് പിന്നിലൊരു കാറിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നിൽ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന നേരം അവൾ വരുന്നുണ്ടെന്ന് പറയും. ആ കാർ അവരുടെ തൊട്ടടുത്ത് വന്ന് നിർത്തുന്ന നേരം കേവി അവളോട് ചോദിക്കും, അവന്റെ ഒരു കൈ മാത്രമാണോ സ്റ്റിയറിംഗിൽ വെച്ചിരിക്കുന്നതെന്ന്. അവൾ മൂളും. അതേ സമയത്ത് ആ KGB ഏജന്റ് ആണെങ്കിൽ മറു കയ്യിൽ ഗണ്ണെടുത്തോണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടെ പാക്കറ്റിൽ നിന്ന് ഗണ്ണെടുക്കുന്ന കേവി അതിന് സൈലൻസർ ഫിറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് അവനെ 2 ഷൂട്ട് ചെയ്യും. അപ്പം തന്നെ അവൾ കാർ എടുക്കുകയും ചെയ്യും. ആ ഷോട്ട് അവനെ കൊണ്ടില്ല എന്ന് മാത്രമല്ല, അവൻ അവരുടെ തൊട്ട് പിന്നാലെ വെച്ച് പിടിച്ചോണ്ടിരിക്കുകയാണ്. കേവി ആണെങ്കിൽ അവൾക്ക് പറ്റിയ വഴിയെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, രക്ഷപ്പെടാൻ പറ്റിയ വഴികളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ വഴിയിലൂടെ അവൾ എങ്ങനെ പോയാലും തൊട്ടു പിന്നിൽ വരുന്ന ഏജന്റ് അവരെ തൊട്ടുരുമിക്കൊണ്ടാണ് വരിക. എങ്ങനെ പോയാലും രക്ഷപ്പെടില്ല എന്ന് മനസ്സിലാവുന്ന അവൾ ഒരു വഴിക്ക് പോകുന്ന പോലെ കാണിച്ച് മറ്റൊരു വഴിക്ക് പോകും. അതുകൊണ്ട് തന്നെ KGB ഏജന്റിന്റെ വഴി തെറ്റിയിട്ട് അവൻ അവിടെ പെട്ടുപോകും. അതിന്റെ ഗ്യാപ്പിൽ അവൾ ഓടിച്ചെന്ന് കുറച്ച് വണ്ടികൾ പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്തേക്ക് കാർ കൊണ്ടുപോയി തിരിച്ചു നിർത്തും. എന്നാൽ അത് മനസ്സിലാകാതെ KGB കാരൻ അതിന്റെ മുന്നിൽ കൂടെ പോകുന്നുണ്ട്. എന്നാൽ CIA ജോലി ചെയ്യുന്ന കേവിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഇതുപോലൊരുത്തൻ ഫോളോ ചെയ്ത് വരും എന്നുള്ള കാര്യം അവൻ നേരത്തെ ഒന്നും അറിഞ്ഞിട്ടില്ല. എന്തായാലും അവളോട് പറയും, അവൻ പോയിട്ടൊന്നുമില്ല, തിരിച്ച് അതുപോലെ തന്നെ റിവേഴ്സിൽ ഇങ്ങോട്ട് വരും. അപ്പം നീ ഈ കാണുന്ന വാനിന്റെ തൊട്ടു സൈഡിൽ കൂടെ അവൻ കാണാതെ മുന്നോട്ട് പോകണം. അങ്ങനെ നമ്മുടെ ആള് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കും. പറഞ്ഞ പോലെ തന്നെ KGB കാരൻ തിരിച്ചിങ്ങോട്ട് വരുന്നേരം അവൾ ആ വാനിന്റെ തൊട്ടു സൈഡിൽ കൂടെ കാർ മുന്നോട്ട് ഓടിക്കും. എന്നാൽ പിന്നിലേക്ക് വരുന്നവൻ ഒരു നിഴല് കണ്ടിട്ടാണ് മുന്നിലേക്ക് ഒരു കാർ പോയെന്ന് മനസ്സിലാക്കി മുന്നോട്ട് എടുക്കുക. എന്നാൽ അവൻ പോയതിന്റെ തൊട്ടു പിന്നാലെ ഗേവി ആ വാനിന്റെ പിറകിൽ നിന്ന് മുന്നിലേക്ക് വന്ന് അവന്റെ കാറിന്റെ ടയർ നോക്കി 2 ഷോട്ടാണ്, അത് പഞ്ചറായിട്ട് അവിടെ ചെന്ന് ഇടിച്ചു നിൽക്കും. അതേസമയം ആ കാറിൽ കിടക്കുന്ന ഏജന്റ് ആണെങ്കിൽ ചത്ത പോലെ അവിടെ കിടക്കും. അവന്റെ പേര് ആൻഡോ എന്നാണ്. ഈ സമയത്താണ് ആൻഡോ അവന്റെ ബോസ് ഗേവിയെ കുറിച്ച് അവനോട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെല്ലാം ഓർക്കുന്നത്. ഗേവി ശരിക്ക് 2ാം ലോക മഹായുദ്ധ കാലത്ത് അമേരിക്കയുടെ സൈന്യത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. ഈ യുദ്ധമെല്ലാം അവസാനിച്ചപ്പോൾ കരിഞ്ചന്തയിൽ വലിയ ലാഭം കൊയ്യാൻ പറ്റുമെന്നുള്ളൊരു കാര്യം അവൻ കേട്ടു. അങ്ങനെ വലിയ വലിയ പെയിന്റിങ്ങുകളും കലാസൃഷ്ടികളും എല്ലാം മോഷ്ടിച്ച് അവൻ കരിഞ്ചന്തയിൽ വലിയ കാശിന് വിൽക്കാൻ തുടങ്ങി. ഇത് മനസ്സിലാക്കിയ അമേരിക്ക അവനെ പിടിക്കാൻ നോക്കിയെങ്കിലും അവനെ പിടിക്കാൻ പറ്റിയില്ല. പിന്നെ പല രാജ്യങ്ങളിലായി അവന്റെ അടിഞ്ഞാട്ടാണ്. അതുകൊണ്ട് തന്നെ 4 രാജ്യങ്ങൾ ഒരു സേനയെ ഉണ്ടാക്കിയിട്ട് അവനെ പിടിക്കാൻ നോക്കി. എന്നിട്ടും അവരുടെ ഒരു ഭാഗ്യം കൊണ്ട് മാത്രമാണ് കേവി അവർ പിടിച്ചത്. അങ്ങനെ അമേരിക്ക അവനെ പിടിച്ച് ജയിലിലാക്കി. എന്നാൽ ഇത് മനസ്സിലാക്കിയ CIA ചിന്തിച്ചു, ഇത്രയും വിവരമുള്ള ഒരുത്തൻ ഇതുപോലെ ജയിലിൽ കിടന്ന് നശിക്കേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെ അവനെ പിടിച്ച് ഒരു കരാറിന്റെ പേരിൽ അവന്റെ ജയിൽ ശിക്ഷ അവസാനിക്കുന്നവരെ അവനെ CIA ഒരു ഏജന്റ് ആക്കി മാറ്റി. എന്നാൽ അതിൽ ഏറ്റവും മിടുക്കനായിട്ടുള്ള ഏജന്റായിട്ട് അവൻ മാറുകയും ചെയ്തു. അവർക്ക് വേണ്ടി പല ജോലികൾ ചെയ്തു, അതെല്ലാം വിജയിക്കുകയും ചെയ്തു. ആൻഡോ ഇതെല്ലാം ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് കേവിയുടെ അടുത്തേക്ക് അവൾ കാറുമായിട്ട് വരുന്നത്. അങ്ങനെ അവർ കാറിൽ കയറി പോകുന്ന നേരം ആൻഡോ പെട്ടെന്ന് തന്നെ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അവരുടെ കാർ നോക്കി ഷൂട്ട് ചെയ്യും, അതിന്റെ ടയറിലേക്ക് നോക്കി ഷൂട്ട് ചെയ്യും. അത് പഞ്ചറാവെങ്കിലും കേവി അവളോട് പറയും, ടീനയോട് പറയും, വണ്ടി ഒരിക്കലും നിർത്തരുത്, നിർത്താതെ വിട്ടോന്ന്. ഈ കേവിയുടെ പേര് ഞാൻ ഇടക്കിടക്ക് ഗേവി എന്ന് പറഞ്ഞു പോകുന്നുണ്ട്, അത് വലിയ കാര്യം കണ്ട. എന്തായാലും കാറ് പഞ്ചറായിട്ടും അവൾ നിർത്താതെ ഓടിക്കുന്ന നേരം തൊട്ട് പിന്നാലെ ഓടി വന്ന ആൻഡോ കാറിന്റെ തൊട്ട് പിന്നിൽ പിടിക്കും. അന്നേരം അവള് കേവിയോട് പറയും, അവനെ ഷൂട്ട് ചെയ്ത് കൊന്നൂടെ എന്ന്. എന്നാൽ അതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുമ്പോഴേക്ക് ആ ഡിക്കിയുടെ ഡോറ് ഊരിയിട്ട് അവൻ പിന്നിലേക്ക് തന്നെ പോകും. അങ്ങനെ അവർ ഓരോ വഴിയിലൂടെ പോകുന്ന നേരം കേവി അവൾക്കായിട്ടുള്ള ഓരോ വഴികൾ പറഞ്ഞു കൊടുക്കും, രക്ഷപ്പെടാനുള്ള ഓരോ വഴികൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ അവസാനം ഒരു സ്ഥലത്തെത്തുന്ന നേരം അവൻ വേഗത്തിൽ വണ്ടി ഓടിക്കാൻ പറയും. കാരണം 2 സൈഡിലും നിൽക്കുന്ന ബിൽഡിങ്ങുകൾ അടുത്തോണ്ട് നിൽക്കുകയാണ്, അതിന്റെ ഇടയിൽ കൂടെ പോകണമെന്നുണ്ടെങ്കിൽ നല്ല വേഗത്തിൽ ഓടിക്കണം. അങ്ങനെ വേഗത്തിൽ ഓടിച്ച് പോവെങ്കിലും ആ ബിൽഡിങ്ങുകളുടെ 2ന്റെ ഇടയിലും ആ കാർ പെട്ടുപോകും. അവരുടെ തൊട്ടു മുന്നിൽ തന്നെ ബെർലിൻ മതിലാണ് കാണാൻ പറ്റുന്നത്. ആ 2 മതിലിന്റെയും ഇടയിൽ ഇഷ്ടംപോലെ കുഴിബോംബുകൾ, ലാൻഡ് മൈനുകൾ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ ഇടയിൽ കൂടി ഓടി രക്ഷപ്പെടാനൊന്നും പറ്റില്ല. ഇവിടെയാണെങ്കിൽ KGB ഏജന്റ് ആൻഡോ അവരുടെ അടുത്തേക്ക് ഓടി വന്നോണ്ടിരിക്കുന്ന നേരം 2-3 പോലീസുകാർ അവനെ പിടിച്ചു വെക്കും. അവൻ പറയും, ഞാനൊരു റഷ്യനാണ്, ഞാനൊരു സോവിയറ്റ് യൂണിയനാണ്, KGB ഏജന്റാണ്. എന്നാൽ അവർക്കത് പെട്ടെന്ന് വിശ്വസിക്കാനൊന്നും പറ്റില്ലല്ലോ. അവർ വീണ്ടും ചോദ്യം ചെയ്യാൻ നിൽക്കുന്ന നേരം അവൻ അവരെയെല്ലാം ഇടിച്ചിട്ട് ആ കാറിന്റെ അടുത്തേക്ക് ഓടി വരും. കേവി ആണെങ്കിൽ കാറിന്റെ ഡോറും തുറന്ന് തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ബിൽഡിങ്ങിലേക്കാണ് കയറി വരിക. അങ്ങനെ അതിന്റെ മേലേക്ക് കയറി എത്തുന്ന നേരം മേലെയായിട്ട് ഒരു ചെറിയ ഡോറ് കാണുന്നുണ്ട്. അതുവഴി അവർ നേരെ മേലേക്ക് എത്തും. തൊട്ട് പിന്നാലെ വരുന്ന ആൻഡോ ആ ഡോറ് തുറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നില്ല. ഇതേ സമയത്ത് വെസ്റ്റ് ബെർലിന്റെ മതിലിനടുത്തേക്കായിട്ട് ഒരു വലിയ ട്രക്ക് വരുന്നുണ്ട്. ഇവിടെ നിന്ന് എങ്ങനെ നമ്മൾ രക്ഷപ്പെടുമെന്ന് അവൾ ചോദിക്കുമ്പോഴേക്ക് വെസ്റ്റിൽ നിന്ന് ഒരു കയറ് പറന്ന് വന്ന് അവർ നിൽക്കുന്ന ഈസ്റ്റിലെ ബിൽഡിങ്ങിലെ ഒരു കമ്പിയിൽ കുടുങ്ങി നിൽക്കും. കമ്പിയിലല്ല, എന്തോ ഒരു കോൺക്രീറ്റിൽ കുടുങ്ങി നിൽക്കും. എന്നാൽ ഇതേ സമയം ആൻഡോ മറ്റൊരു വഴി കൂടെ ബിൽഡിങ്ങിന്റെ മേലെ കൂടി വരുന്നുണ്ട്. അപ്പോഴേക്ക് അവർ 2 പേരും കൂടെ ആ കയറിൽ തൂങ്ങി പിടിച്ച് വെസ്റ്റിലേക്ക് എത്തി. തൊട്ടു പിന്നാലെ ആൻഡോ അവന്റെ കോട്ടൂരി ആ കയറിൽ കുടുക്കി വെച്ച് താഴേക്ക് വരുന്നുണ്ട്. എന്നാൽ ആദ്യം ട്രക്കിലെത്തുന്ന ഗേവി ട്രക്കുകാരനോട് വണ്ടി റിവേഴ്സിൽ എടുക്കാൻ പറയും.
അങ്ങനെ വണ്ടി റിവേഴ്സിൽ എടുക്കുന്ന നേരം ആ കയറ് ലൂസായിട്ട് ആൻഡോ ഇവിടെ എത്തില്ല. മതിലിന്റെ അപ്പുറത്ത് തന്നെ രണ്ട് മതിലിന്റെയും ഇടയിൽ കുടുങ്ങിപ്പോകും. എന്നാൽ അതിന്റെ താഴെ ചാടാനും പറ്റില്ല. അവിടെ ലാൻഡ് മൈൻസ് ആണുള്ളത്, അതെവിടെയാന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ഗേവി അതൊന്നും ശ്രദ്ധിക്കാതെ ആ കയർ ഊരി കളയും. അവൻ താഴേക്ക് വീഴുമെങ്കിലും അവിടെ ലാൻഡ് മൈൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവൻ രക്ഷപ്പെട്ടു. അങ്ങനെ ട്രക്കുമായിട്ട് ഗേവി അവളുമായിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ വെസ്റ്റിലെത്തിയാൽ നല്ലൊരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങി തരാന്ന് അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഏതോ ഒരു വീട്ടിൽ നിന്ന് അവൻ തന്നെയാണ് അവൾക്ക് ഭക്ഷണം അല്ലാണ്ടായി കൊടുക്കുന്നത്. അന്നേരമാണ് അവനെ ബോസ് വിളിച്ച് അവൻ ബോസിന്റെ അടുത്തേക്ക് ചെല്ലുന്നത്. ബോസ് ആദ്യം അവനോട് പറഞ്ഞിരുന്നത് ഈസ്റ്റിൽ ചെന്ന് ആ സയന്റിസ്റ്റിന്റെ മകളെ ഇവിടെ എത്തിച്ചാൽ മാത്രം മതി, ബാക്കിയുള്ള പണികളെല്ലാം ഞങ്ങൾ എടുത്തോളാം എന്നായിരുന്നു. എന്നാൽ ഇപ്പൊ അങ്ങേര് പറയുന്നത് ബാക്കിയുള്ള പണികളെല്ലാം അവൻ തന്നെ എടുക്കണമെന്നാണ്. അതിന് അവൻ പറയും, ആദ്യം നിങ്ങൾ അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ പറഞ്ഞിരുന്നത്, അവൾ ഇവിടെ എത്തിക്കണമെന്ന് മാത്രമല്ലേ, അവളുടെ അച്ഛനെ കുറിച്ച് അറിയുന്ന അങ്കിൾ റൂഡിയെ അവൾക്കറിയാം, ബാക്കിയുള്ളത് നിങ്ങൾ അവളുമായിട്ട് ഡീൽ ചെയ്താൽ മതി. എന്നാൽ ബോസിന് അവൻ അപ്പറഞ്ഞ കാര്യം തീരെ ഇഷ്ടമായിട്ടില്ല. അവൻ ജയിലിൽ കിടക്കേണ്ട ഒരുത്തനായിട്ടും അവനെ പിടിച്ച് അവർ ഇതുപോലെ ഒരു ഏജന്റ് ആക്കി മാറ്റി. ഇപ്പൊ ചെയ്ത ജോലിക്ക് അവൻ കണക്ക് പറയാ. അതങ്ങേർക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. നിന്റെ ജയിൽവാസം ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നീ ഓർക്കണമെന്നും പറഞ്ഞ് നാളെ രാവിലെ നിനക്ക് പണിയുണ്ട്, നീ വന്ന് എന്നെ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറയും. അങ്ങനെ പിറ്റേന്ന് രാവിലെ അവൻ ബോസിനെ ചെന്ന് കാണും. ബോസ് അവനെയായിട്ട് ഒരു ടോയ്ലറ്റിലേക്കാണ് ചെല്ലുക. അങ്ങനെ അങ്ങേര് കാര്യപരിപാടിയെല്ലാം ചെയ്തോണ്ട് നിൽക്കുമ്പോഴാണ് സാർ ഞാനും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ആ KGB ഏജന്റ് ആൻഡോ അങ്ങോട്ട് വരുന്നത്. പെട്ടെന്ന് തന്നെ കേവിയെ കാണുന്ന നേരം അവൻ ദേഷ്യത്തിൽ അവനെ പിടിച്ച് അടിക്കാൻ തുടങ്ങും. കേവി ആണെങ്കിൽ ഒട്ടും വിട്ടുകൊടുക്കില്ല, അവനും തിരിച്ചിടിക്കാൻ നോക്കും. എന്നിരുന്നാലും ആൻഡോ അവസാനം കേവിയുടെ കഴുത്തിൽ ലോക്ക് ചെയ്ത് പിടിക്കും. അപ്പോഴാണ് ആൻഡോയുടെ ബോസ് അങ്ങോട്ട് വന്ന് ആൻഡോയോട് ജർമ്മൻ ഭാഷയിൽ അവനെ വിട്ടേക്കാൻ പറയാം. എന്നാൽ കേവിക്കാണെങ്കിൽ ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവില്ല. അവന്റെ ബോസ് നീങ്ങാനും അവനെ ഒറ്റിയോ, ഇതെന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ബോസിനോട് അവൻ ചോദിക്കുമ്പോൾ ബോസ് പറയും, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്യേണ്ട ആളുകളാണ്, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ അടിപിടി കൂടാൻ പറ്റുമോ? അങ്ങനെ അവരെല്ലാവരും കൂടി ഒരുമിച്ച് ഒരു കോഫി ഷോപ്പിൽ ചെന്നിരുന്ന് അവിടുന്ന് സംസാരിക്കും. സംഭവം എന്താന്ന് വെച്ചാൽ ഗേവി ഇപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന മിഷനില്ലേ, അതൊരിക്കലും അവനെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കാനായിട്ട് പറ്റില്ല. അവന് സഹായത്തിന് ആരെങ്കിലും ഒക്കെ ഒരാൾ വേണം. അതുപോലെ തന്നെയാണ് ആൻഡോയുടെ കാര്യവും. അവനും ഇതേ മിഷൻ തന്നെ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. പക്ഷെ അവനെ കൊണ്ടും ഒറ്റയ്ക്ക് ഇത് ചെയ്തു തീർക്കാൻ പറ്റില്ല. അതുകൊണ്ട് അമേരിക്കയും സോവിയറ്റ് യൂണിയനും കൂടെ ചേർന്ന് അവരുടെ രണ്ടുപേരുടെയും ഏജന്റുമാരെ ഒരുമിപ്പിച്ച് ഈ ഒരു മിഷൻ ചെയ്തു തീർക്കാനായിട്ട് വിചാരിച്ചു. അതിനായിട്ടാണ് അവരെ ഇപ്പോൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. അങ്ങനെ അവർക്ക് ആ മിഷൻ പറഞ്ഞു കൊടുക്കും. നമ്മളിപ്പോൾ പിടിച്ചു കൊണ്ടുവന്നിരിക്കുന്ന ആ ലേഡിയുടെ അച്ഛൻ, അതായത് ആ സയന്റിസ്റ്റ്, അങ്ങേര് ആർക്ക് വേണമെങ്കിലും നിർമ്മിക്കാൻ പറ്റുന്ന രീതിയിലാണ് ആറ്റം ബോംബുകളെല്ലാം നിർമ്മിക്കുക. അതിൻ്റെ എല്ലാം ഒരു ഡാറ്റ അങ്ങേരുടെ കയ്യിലുണ്ടാകും. ആ ഡാറ്റയും അങ്ങേരെയും ആർക്കെങ്കിലും കിട്ടിയാൽ പിന്നെ ബാക്കി പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, പിന്നെ എന്തൊക്കെയാണ് സംഭവിക്കുകയെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എന്നാൽ അങ്ങേരിപ്പോൾ എവിടെയാണെന്ന് ഇവർക്കൊരു സംശയമുണ്ട്. ഇറ്റലിയിലെ റോമിൽ വിൻസിഗ്വേര ഷിപ്പിംഗ് ആൻഡ് എയറോസ്പേസ് കമ്പനി എന്നുള്ള ഒരു വലിയ കമ്പനിയുണ്ട്. ആ കമ്പനിയുടെ സീനിയർ എക്സിക്യൂട്ടീവ് ആണ് അവർ പിടിച്ചു കൊണ്ടുവന്ന ടീന എന്ന ലേഡിയിലെ അവളുടെ അങ്കിൾ റൂഡി. എന്നാൽ ഈ കമ്പനി സ്ഥാപിച്ചത് സെർജിയോ എന്ന പേരുള്ള ഒരാളാണ്. അങ്ങേര് ഇറ്റലിയിലെ മുസോളിനിയിലായിരുന്നോ അങ്ങേരുടെ വലിയൊരു കൂട്ടുകാരനായിരുന്നു. ഈ മുസോളിനി എന്ന് പറഞ്ഞാൽ ജർമ്മനിക്കാർക്ക് ഹിറ്റ്ലർ എങ്ങനെയായിരുന്നോ അതുപോലെ ആയിരുന്നു ഇറ്റലിക്കാർക്ക് മുസോളിനി. ഹിറ്റ്ലറെ പോലെ തന്നെ വലിയ വലിയ ക്രൂരതകളെല്ലാം ചെയ്ത ആളാണ്. അങ്ങേരുടെ കൂട്ടുകാരനാണ് ഈ സെർജിയോ. അങ്ങേരാണ് ഈ ഒരു കമ്പനി സ്ഥാപിക്കുന്നത്. എന്നാൽ ഇപ്പം അങ്ങേര് മരിച്ചു. ഇപ്പോഴാ കമ്പനി നോക്കി നടത്തുന്നത് അങ്ങേരുടെ മകനും മകന്റെ ഭാര്യയും കൂടെയാണ്. മകന്റെ പേര് അലക്സാണ്ടർ, മകന്റെ ഭാര്യയുടെ പേര് വിക്ടോറിയ. ഈ മകനാണെങ്കിൽ ഏതു നേരം പെണ്ണുങ്ങളുടെ കൂടെ നടക്കുന്ന ഒരു പ്ലേ ബോയ് ആണ്. അതുകൊണ്ട് തന്നെ ഈ കമ്പനി ഒന്നും നോക്കി നടത്താനുള്ള ഒരു കെൽപ്പ് അവനില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ കമ്പനി നോക്കി നടത്തുന്നത് അവന്റെ ഭാര്യയായിട്ടുള്ള വിക്ടോറിയാണ്. അവളാണെങ്കിൽ കുറച്ച് കുരുട്ട് ബുദ്ധിയൊക്കെയുള്ള വലിയൊരു പെണ്ണാണ്. അവളുടെ അടുത്ത് വലിയ വലിയ തരികിടയൊന്നും നടക്കില്ല. സത്യം പറഞ്ഞാൽ വലിയൊരു വിഷപ്പാമ്പ് തന്നെയാണ് അവള്. ചിലപ്പോൾ അവളുടെ അണ്ടറിൽ ടീനയുടെ അങ്കിൾ റൂഡി തന്നെ ആയിരിക്കാം അവളുടെ അച്ഛനെ, ആ സയന്റിസ്റ്റിനെ അങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ അവരുടെ കയ്യിൽ ആ സയന്റിസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. അവർ വലിയ ന്യൂക്ലിയർ ഡിവൈസുകൾ ഉണ്ടാക്കും. വലിയ വലിയ കമ്പനികൾക്കും രാജ്യങ്ങൾക്കും അതെല്ലാം മറച്ചു വെക്കും. ഇപ്പം നമ്മുടെ ആളുകളുടെ പണി എന്താന്ന് വെച്ചാൽ ആ കമ്പനിയായ വിൻസിഗ്വേര ഷിപ്പിംഗ് ആൻഡ് എയറോസ്പേസ് കമ്പനിയിൽ എങ്ങനെയും വലിഞ്ഞു കയറുക, ബോംബ് ഉണ്ടാക്കുന്ന ടീനയുടെ അച്ഛനായ ആ സയന്റിസ്റ്റിനെ എങ്ങനെയും പറഞ്ഞ് പിന്തിരിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരിക. കൂടെ തന്നെ ആ ബോംബ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഡാറ്റയും കൊണ്ടുവരിക. അത് ഇതുപോലുള്ള ഒരു കമ്പ്യൂട്ടർ ഡിസ്കിലായിരിക്കും അവർ സൂക്ഷിച്ച് വെച്ചിരിക്കുക. അതെങ്ങനെയും തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരികയും വേണം. ആ ഡിസ്ക് ഏത് രാജ്യത്തിന്റെ കയ്യിലാണോ ഉണ്ടാവുക അവരായിരിക്കും ഈ ലോകം ഭരിക്കാൻ പോകുന്നത്. പിന്നെ ഈ ലോകം ഭരിക്കാൻ പോകുന്ന അവരായിരിക്കും. ഇതിൽ കാവ്യക്ക് കിട്ടുന്ന പണി ആ സ്ഥാപകന്റെ മകനെയും അവന്റെ ഭാര്യയെയും എങ്ങനെയും സംസാരിച്ച് വശപ്പെടുത്തി ആ കമ്പനിയിൽ വലിഞ്ഞു കയറുക എന്നുള്ളതാണ്. ആൻഡോയുടെ ജോലി എന്താന്ന് വെച്ചാൽ ടീനയുടെ കൂടെ അവളുടെ അങ്കിളിനെ എങ്ങനെയും കണ്ടുപിടിച്ച് അങ്കിളിനോട് ചോദിച്ച് അവളുടെ അച്ഛൻ എവിടെയാണെന്ന് മനസ്സിലാക്കി അവളുടെ അച്ഛനെ, സയന്റിസ്റ്റ് ആയിട്ടുള്ള അച്ഛനെ തിരിച്ചു കൊണ്ടുവരിക. എന്തായാലും നിങ്ങൾ പുതിയ കൂട്ടുകാർ രണ്ടുപേരും സംസാരിക്കെന്നും പറഞ്ഞ് ബോസുമാർ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. അതേ സമയത്ത് ആ കടയിലുണ്ടായിരുന്ന ആളുകൾ എല്ലാവരും എഴുന്നേറ്റ് പോകുന്നുണ്ട്. അവരെല്ലാവരും ഈ ഒരു മിഷന്റെ ഭാഗമായിട്ട് ഇങ്ങോട്ട് വന്നെന്ന് തോന്നുന്നു. എന്നാൽ ആൻഡോ കേബിയെ നോക്കിയിട്ട് പറയും, നീ ഇത്ര വലിയ കുപ്രസിദ്ധ കള്ളനായിട്ടും നീ എന്റെ കൈയുടെ ഇടയിൽ വന്ന് തന്നെ പെട്ടുപോയല്ലോ, അതിന്റെ നാണക്കേട് മറയ്ക്കാൻ നീ എന്തായിരിക്കുമല്ലോ ഇപ്പൊ ചെയ്യുന്നത്. അതിന് കേവി അവനോട് പറയും, നാണക്കേടിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് എനിക്ക് നിന്റെ അച്ഛനെ കുറിച്ച് ഓർമ്മ വന്നേ. നിന്റെ അച്ഛൻ നിന്റെ രാജ്യത്തെ ഏറ്റവും വലിയ നേതാവിന്റെ ഒരു കൂട്ടുകാരനായിട്ടും ഒരു ഫണ്ട് മുക്കിയതിന്റെ പേരിൽ നിന്റെ അച്ഛൻ ജയിലിൽ പെട്ടുപോയില്ലേ. അതിന്റെ പേരിൽ നീയും നിന്റെ കുടുംബവും നാണം കെട്ട സമയം നിനക്ക് ഏതാണ്ട് ഒരു 10 വയസ്സൊക്കെ ആയിരിക്കുമല്ലേ പ്രായം. ആ സമയത്ത് നാട്ടുകാരെല്ലാവരും കൂടെ
കൂടിച്ചേർന്ന് നിന്റെ അമ്മയെ സൈബീരിയയിലേക്ക് നാട് കടത്തി. അവിടെ നിന്റെ അമ്മ നിന്റെ അച്ഛൻ്റെ കൂട്ടുകാർക്കിടയിൽ വലിയ എന്തോ ഒരു സംഭവമായിരുന്നു എന്ന് കേട്ടു. അതെല്ലാം കേട്ട് അവനാകെ കൈ തരിച്ചു വരുന്നുണ്ട്. ഒരൊറ്റ അടി കൊടുത്താലോ എന്ന് അവൻ വിചാരിക്കും. അവന് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഒക്കെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. KB പറയും, എന്നിട്ട് നീ തളർന്നില്ല. നീ KGBയിൽ ചേർന്നു. ഏറ്റവും പ്രായം കുറഞ്ഞ അവരുടെ ഏറ്റവും മിടുക്കനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനായിട്ട് നീ മാറി. പെട്ടെന്ന് തന്നെ അവൻ എഴുന്നേറ്റ് ആ ടേബിൾ മറിച്ചിട്ട് പോയി കളയും. അവൻ ഇനി തല്ലാനൊന്നും പറ്റില്ലല്ലോ. പിന്നെ നമ്മൾ കാണുന്നത് ഇറ്റലിയിലെ റോമിലേക്ക് മിഷൻ ചെയ്യാനായിട്ട് പോകാൻ തയ്യാറെടുക്കുന്ന ഡ്രസ്സുകളെല്ലാം വാങ്ങിക്കൊണ്ടിരിക്കുന്ന KVയെയും നമ്മുടെ പെണ്ണിനെയുമാണ്. അവൻ അവൾക്ക് അമേരിക്കൻ ഡ്രസ്സുകളാണ് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. എന്നാൽ അങ്ങോട്ട് വരുന്ന ആൻഡോ പറയും, എൻ്റെ പെണ്ണിന് ഈ ഡ്രസ്സൊന്നും ശരിയാവില്ല, ഇതെല്ലാം മാറ്. എന്നാൽ അവൾ പറയും, നിങ്ങളൊക്കെ എന്തിൻ്റെ പേരിലാടോ എൻ്റെ പെണ്ണ് നിൻ്റെ പെണ്ണ് എന്നൊക്കെ പറയുന്നത്? എനിക്കിത് ചെയ്യാനൊന്നും താല്പര്യമില്ല. നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രമേ ഞാൻ വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞ് അവൾ ദേഷ്യത്തിൽ പുറത്തേക്ക് ഇറങ്ങും. എന്നാൽ തൊട്ടു പിന്നാലെ KV അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് പറയും, ഇതെല്ലാം ഈ മിഷന്റെ ഭാഗമാണ്. അവിടേക്ക് പോകണമെങ്കിൽ നിന്റെ അങ്കിൾ റൂഡിയുടെ അടുത്തേക്ക് പോകണമെങ്കിൽ വെറുതെ അങ്ങ് ചെന്നിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ആൻഡോ നിന്നെ കല്യാണം കഴിക്കുന്ന വരനാണെന്നും പറഞ്ഞാണ് അങ്ങോട്ട് വരാൻ പോകുന്നത്. മാത്രമല്ല അവിടെ അവനൊരു ഏജന്റ് അല്ല, ഒരു ആർക്കിടെക്റ്റ് ആണ്. അപ്പൊ നീ ആരാന്ന് അവൾ അവനോട് ചോദിക്കുന്ന നേരം അവൻ പറയും, ഞാനൊരു പുരാവസ്തു വിൽപ്പനക്കാരനായിട്ടാണ് അങ്ങോട്ട് വരുന്നത്. ഞാൻ ഇറ്റലി കാണാനായിട്ട് റോം കാണാനായിട്ട് വരുന്ന ഒരു യാത്രികൻ മാത്രം. അങ്ങനെ അവൾ തിരിച്ചതിന്റെ അകത്തേക്ക് തന്നെ ചെല്ലുന്ന നേരം ആൻഡോ അവൾക്കായിട്ട് കുറച്ച് റഷ്യൻ ഡ്രസ്സുകൾ, സോവിയറ്റ് യൂണിയൻ ഡ്രസ്സുകൾ പരിചയപ്പെടുത്തി കൊടുക്കും. എന്നാൽ അതൊന്നും കോമ്പിനേഷൻ ശരിയില്ല എന്ന് KV പറയുന്ന നേരം അവൻ പറയും, അതൊന്നും എനിക്ക് കുഴപ്പമില്ല, അവൾ അങ്ങനെ വന്നാൽ മതി. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്ക് അവൾ ഒരു റഷ്യക്കാരിയായിട്ട് അങ്ങോട്ട് ഇറങ്ങി വരും. ആൻഡോക്ക് വലിയ ഇഷ്ടമായി. അവൻ അവളുടെ കയ്യിൽ എൻഗേജ്മെന്റ് നമ്മളുടേത് കഴിഞ്ഞതാണെന്നും പറഞ്ഞ് ഒരു മോതിരം വെച്ചു കൊടുക്കും. ബ്ലാക്ക് ഔട്ട് ചെയ്താൽ പിന്നെ നമ്മൾ കാണുന്നത് അവരെല്ലാവരും ഇറ്റലിയിലെ റോമിലെത്തിയതാണ്. അവിടെയുള്ള വലിയൊരു ഹോട്ടലിലേക്കാണ് ഇപ്പൊ KV വന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡോയും ഗാബിയും നേരത്തെ വന്ന് റൂം അവിടെ എടുത്തിട്ടുണ്ട്. ഇപ്പൊ KV ആണ് അങ്ങോട്ട് വരുന്നത്. അവൻ റൂം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ സോഫയിൽ ഇരിക്കുന്ന ആളുകൾ അവനെയെല്ലാം വാച്ച് ചെയ്യുന്ന പോലെ അവന് തോന്നും. അതുകൊണ്ട് ലോബിയിൽ ഇരിക്കുന്ന ലേഡിയോട് എൻ്റെ പെട്ടി എൻ്റെ റൂമിലേക്ക് എടുത്തു വെച്ചാൽ മതി എന്ന് പറഞ്ഞ് അവൻ നേരെ പുറത്തേക്ക് ഇറങ്ങി വരും. ഇതേ സമയം ആൻഡോയും ടീനയും കൂടെ നാട് കാണാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ടീന പറയും, നീ ഒരു ആർക്കിടെക്റ്റ് ആണ്, നീ ഇവിടെ ഒരു ആർക്കിടെക്റ്റ് ആണെങ്കിൽ നീ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഈ സ്റ്റെപ്പിനെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയുമെന്ന് ചോദിക്കും. അവൻ അറിയില്ല എന്ന് വിചാരിച്ചാണ് അവൾ ചോദിച്ചേ. എന്നാൽ ആ സ്റ്റെപ്പിനെ കുറിച്ചുള്ള കഥയും അതിന്റെ യഥാർത്ഥ ചരിത്രവും അതിന്റെ ഐതിഹ്യവും അതെല്ലാം അവൻ പറഞ്ഞെടുക്കും. അപ്പോഴാണ് KV അങ്ങോട്ട് ഒരു വണ്ടിയിൽ വരിക. അവനെ കാണുമ്പോൾ തന്നെ ആൻഡോ, നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ നിൽക്കരുതെന്ന് പറഞ്ഞ ഓർമ്മയില്ലേ, ഇവിടുന്ന് പെട്ടെന്ന് തന്നെ പൊയ്ക്കോന്ന് പറയും. അതിനവൻ പറയും, നിങ്ങളെ ഫോളോ ചെയ്ത് രണ്ടുപേര് നടക്കുന്നുണ്ട്, അത് നിന്നോടൊന്ന് പറഞ്ഞു തരാൻ ഇങ്ങോട്ട് വന്നാന്ന്. അതിനവൻ പറയും, അതെനിക്ക് നേരത്തെ അറിയാം. ലോബിയിൽ വെച്ച് 2 പേര്, 35 അടുത്ത് പ്രായം, ഒരുത്തൻ ബ്രൗൺ സ്യൂട്ട്, ഒരുത്തൻ ലെതർ ജാക്കറ്റ്. ഓ അങ്ങനെയാണെങ്കിൽ നീ അവരെങ്ങനെയാണ് ഡീൽ ചെയ്യാൻ പോകുന്നതെന്ന് KV ചോദിക്കുന്ന നേരം അവൻ പറയും, അത് ഞാൻ എങ്ങനെയാലും ഡീൽ ചെയ്തോളാം, അത് നീ അറിയേണ്ട ആവശ്യമില്ല. കയ്യിലെ പേഴ്സും വാച്ചും ഊരി കൊടുത്ത് അയ്യോ പാവം കളിച്ച് പോകാനുള്ള പരിപാടിയല്ലേ, അതല്ലാതെ നിനക്ക് വേറൊന്നും അറിയില്ലല്ലോ, അത് ഞാൻ എന്തേലും ചെയ്തോളാം എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിടും. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഇറ്റലിയിലെ കൊളോസിയം കണ്ട് ലോകാത്ഭുതവും കണ്ടങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവരെ ഫോളോ ചെയ്ത് വന്നിരുന്ന 2 പേര് അവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഷൂസ് കൊള്ളാലോ എന്ന് അവർ പറയുന്ന നേരം ആൻഡോ പറയും, ഷൂസ് കൊള്ളാം, പക്ഷെ നിങ്ങൾക്ക് ഈ സൈസ് മതിയാവില്ല. അങ്ങനെയാണെങ്കിൽ കാപ്പി കുടിക്കാൻ കുറച്ച് കാശ് തരുമെന്ന് ചോദിക്കുന്ന നേരം അവൻ പേഴ്സിൽ നിന്ന് ഒരു നോട്ട് എടുക്കുന്ന നേരം അവർ ആ പേഴ്സ് തന്നെ എടുത്തു കളയും. കൂടെ തന്നെ അവന്റെ കയ്യിലെ വാച്ചും ചോദിക്കും. എന്നാൽ ആ വാച്ച് അവന്റെ അച്ഛൻ അവന് കൊടുത്തിട്ടുള്ള വാച്ചാണ്. അതുകൊണ്ട് തന്നെ അവൻ കൊടുക്കില്ല. അതിന്റെ ദേഷ്യത്തിൽ അവർ രണ്ടുപേരും 2 സൈഡിൽ നിന്ന് അവന്റെ മോന്തക്കിട്ട് അടിക്കും. അവസാനം വാച്ച് ഊരിയെടുത്ത് അവന്റെ മോന്തൊക്കെ നോക്കി തുപ്പും. അതാണെങ്കിൽ അവന് ഇഷ്ടപ്പെടില്ല. അവന് ഒരൊറ്റ ഇടി കൊടുക്കണമെന്നുണ്ട്. പക്ഷെ എന്തെങ്കിലും ഇടിയോ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയാൽ അവരുടെ ഈ മിഷൻ തന്നെ കയ്യിൽ നിന്ന് പോകും. എന്നിരുന്നാലും എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടെന്ന് വിചാരിച്ച് അവന്റെ മോന്തക്കിട്ട് ഒരു ഒറ്റ അടിയാണ്. ആ അടി കിട്ടുമ്പോൾ തന്നെ അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകും. തൊട്ടു പിന്നാലെയുണ്ട് KV അങ്ങോട്ട് വരുന്നത്. ഇതുപോലുള്ളൊരു സിറ്റുവേഷൻ നിനക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയില്ല എന്ന് ചോദിച്ച് അവൻ കളിയാക്കുന്ന നേരം അവർ രണ്ടുപേരും അതിന്റെ പേരിൽ തർക്കാക്കും. സത്യം പറഞ്ഞാൽ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കഴിവുകളൊന്നും സമ്മതിച്ചു കൊടുക്കില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കും. ഇത് കാണുന്ന ടീന, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കളിച്ചാൽ പിന്നെ എന്നെ ആരും നോക്കുമെന്നും ചോദിച്ച് അവള് ദേഷ്യത്തിൽ പോകാൻ നിൽക്കുന്ന നേരം, പ്രശ്നമാക്കല്ലേ, ഞങ്ങൾ പ്രശ്നമല്ല അവസാനിപ്പിച്ചെന്ന് പറഞ്ഞ് അവരെല്ലാം സോൾവ് ആക്കും. അങ്ങനെ തിരികെ റൂമിലെത്തുന്ന KVയുടെ അടുത്തേക്ക് ആ ലോബിയിലുണ്ടായിരുന്ന ലേഡി ഒരു ഷാമ്പയിൻ അവനൊരു സമ്മാനമായിട്ട് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അതിനവൻ പറയും, ഇതുപോലൊരു ഷാമ്പയിൻ ഈ രാത്രി ഒറ്റയ്ക്കിരുന്ന് കുടിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല, കൂടെ എനിക്കൊരാൾ കൂടെ വേണം, അതായത് അവളെ കൂടെ വേണം എന്നാണ് അവൻ പറയാ. എന്നാൽ വരില്ല എന്ന് പറയാൻ അവളെ കൊണ്ട് പറ്റില്ല. അവന്റെ കൂടെ ഒരു ദിവസം തങ്ങണമെന്ന് അവൾക്കുണ്ട്. അതുകൊണ്ട് പറയും, 5 മിനിറ്റ് കഴിഞ്ഞാൽ എന്റെ ജോലി കഴിയും, അപ്പൊ ഞാൻ ഇങ്ങോട്ട് വരാമെന്ന്. അതേസമയം റൂമിലെത്തുന്ന ടീന അവളുടെ അങ്കിൾ റൂഡിയെ വിളിച്ച് ഇന്ന് സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും. ഇതുപോലെ ആൻഡോക്ക് ഒരു സംഭവം സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും. അങ്ങനെ അവള് അവന്റെ തൊട്ടടുത്ത് വന്ന് അവനോട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കാര്യമല്ല, ഫണ്ണായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്ന നേരം അവൻ ഒറ്റയ്ക്ക് ചെസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവള് അവിടെ ഒരു പാട്ടും വെച്ച് അതിന് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന നേരം അവനത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവളുടെ അടുത്ത് ചെന്ന് ഇതൊന്ന് ഓഫ് ചെയ്യുമോ എന്ന് ചോദിക്കുന്ന നേരം അവൾ ചോദിക്കും, നിനക്ക് ഡാൻസ് ചെയ്യാനൊന്നും അറിയില്ലേ? അങ്ങനെ അവനെ പിടിച്ച് ഡാൻസ് കളിപ്പിക്കാൻ നോക്കും. അവനെ കൊണ്ട് ഇത് കൂട്ടിയാ കൂടൂല എന്ന് മനസ്സിലാകുന്ന നേരം അവൾ അവനെയും കൊണ്ട് ഓടി ചാടി വീടും. അങ്ങനെ രണ്ടുപേരും പെരുത്ത് ഇടി. അവനറിയാം അവൾ വെള്ളടിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന്. അതോടെ തിരിച്ചൊന്നും ചെയ്യില്ല. അവസാനം അവന്റെ ചുണ്ടിനിട്ട് ഒരു ഉമ്മ കൊടുക്കാൻ വരുന്ന നേരം അവൾ ബോധം പോയി താഴെ വീഴും. അങ്ങനെ അവനാണ് അവളെ കൊണ്ടുപോയിട്ട് കട്ടിലേക്ക് കിടത്തി കൊടുക്കുക. എന്തായാലും
പിറ്റേന്ന് രാവിലെ ആവുന്ന നേരം കെവിയുടെ റൂമിൽ നിന്നും ആ ലോബിയിലെ ലേഡി ഇറങ്ങി പോകുന്നുണ്ട്. അവൻ അവളോട് പറയും ഒരു 5 മിനിറ്റ് കൂടെ നിന്നിട്ട് പോയാൽ പോരെ എന്ന്. അതിന് അവൾ പറയും എനിക്ക് നിങ്ങളുടെ 5 മിനിറ്റ് അറിയാം, അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ പോയേ പറ്റൂന്ന്. അപ്പോഴാണ് അവൻ്റെ ടൈം പീസിൽ എന്തോ ഒരു വ്യത്യാസം തോന്നുന്നു. അവൻ തുറന്നു നോക്കുന്ന നേരം അതിലൊരു റഷ്യൻ ട്രാക്കർ കാണുന്നത്. ഇതേ ട്രാക്കർ അവൻ ഈസ്റ്റ് ജർമ്മനിയിൽ നിൽക്കുന്ന നേരം, ഈസ്റ്റ് ബെർലിനിൽ നിൽക്കുന്ന നേരമാണ് അവൻ കണ്ടിട്ടുള്ളത്. ഇത് റഷ്യക്കാർ അവനെ ട്രാക്ക് ചെയ്യാനായിട്ട് കൊണ്ടുവച്ചാന്ന് മനസ്സിലാകുന്ന അവൻ്റെ റൂമിലെല്ലാം ചെക്ക് ചെയ്ത് നോക്കും. അവൻ്റെ കോട്ടും സ്യൂട്ടും പെട്ടിയെല്ലാം ചെക്ക് ചെയ്ത് നോക്കുന്ന നേരം കുറേ ട്രാക്കറുകൾ കിട്ടും. അതെല്ലാം കൂടെ നുള്ളിപ്പെറുക്കി ആൻഡോയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്ത് ഇതെല്ലാം കൂടെ നിന്റെ ആളുകൾ എനിക്കിട്ട് താങ്ങാൻ കൊണ്ടുവച്ചാന്ന് പറയും. അന്നേരം അവൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് റൂമിൽ ചെന്ന് കുറച്ച് അമേരിക്കൻ ട്രാക്കറുകൾ അവൻ്റെ കയ്യിലേക്ക് തിരിച്ചു വെച്ചു കൊടുക്കും. ഇതെല്ലാം നിന്റെ ആളുകൾ എനിക്കിട്ട് താങ്ങാൻ എൻ്റെ അടുത്ത് വെച്ചാന്നും പറയും. സത്യം പറഞ്ഞാൽ അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നതെന്നുണ്ടെങ്കിലും അവർക്ക് പരസ്പരം അത്രക്കങ്ങ് വിശ്വാസമൊന്നുമില്ല. അതുകൊണ്ട് പരസ്പരം ട്രാക്കറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ പിറ്റേന്ന് രാവിലെ അവരൊരു പാർട്ടിക്ക് പോകാനായിട്ട് തയ്യാറാവാണ്. അവൾ ഇന്നലെ അവളുടെ അങ്കിൾ റൂഡിയെ വിളിച്ചിരുന്നല്ലോ, ആൻഡോയ്ക്ക് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് പറയാൻ. അപ്പോഴാണ് അങ്ങേര് പറഞ്ഞത് വിൻസുഗേര ഷിപ്പിംഗ് ആൻഡ് എയറോസ്പേസ് കമ്പനിയുടെ 50-ാം വാർഷികമാണ് നാളെ നടക്കാൻ പോകുന്നത്, അതായത് ഇന്ന് നടക്കാൻ പോകുന്നത്. ആ പാർട്ടിയിൽ നീയും വരണമെന്ന്. അതുകൊണ്ട് ആ പാർട്ടിക്കാണ് അവരിപ്പോൾ ഇറങ്ങി പോകുന്നത്. എന്നാൽ തലേന്ന് രാത്രി ആ കള്ളന്മാർ ഇവരെ പിടിച്ചപ്പോൾ ടീനയുടെ കയ്യിലുണ്ടായിരുന്ന എൻഗേജ്മെന്റിന്റെ മോതിരം അതും അവർ അടിച്ചു കൊണ്ടുപോയിരുന്നു. അതുകൊണ്ട് അവൾക്ക് പുതിയൊരു മോതിരം അവൻ ഇട്ടു കൊടുക്കും. അത് ശരിക്കും പറഞ്ഞാൽ ഒരു മൈക്രോഫോണാണ്. അവൾ എന്തൊക്കെ സംസാരിച്ചാലും അതിലൂടെ ആൻഡോക്ക് കേൾക്കാൻ പറ്റും. ഇതേ സമയം ആ പാർട്ടി നടക്കുന്ന സ്ഥലത്ത് കെവി എത്തിക്കഴിഞ്ഞു. അവന്റെ കയ്യിൽ ഇൻവിറ്റേഷൻ കാർഡ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ഒരാളുടെ മേലെ തട്ടിയിട്ട് അതുമെല്ലാം അവൻ കീശയിലാക്കും. അങ്ങനെ ആ പാർട്ടിയുടെ അകത്തേക്ക് കയറി വരുന്ന നേരം ദൂരെ നിന്ന് ആ വിക്ടോറിയല്ലേ, ഈ കമ്പനി സ്ഥാപിച്ചിരുന്ന ആളുടെ പ്ലേ ബോയ് ആയിട്ടുള്ള മകന്റെ ഭാര്യ, ഈ കമ്പനിയെല്ലാം നോക്കി നടത്തുന്ന അവളാണിപ്പോൾ. അവൾ ദൂരെ നിന്ന് അവനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരുത്തം വന്ന് നമ്മുടെ ആളോട് നിങ്ങളുടെ ഇൻവിറ്റേഷൻ കാർഡ് കാണിച്ചു തരുമോ എന്ന് ചോദിക്കുക. അതിന് അവൻ പറയും എൻ്റെ കാർഡ് എൻ്റെ കാറിൽ വെച്ച് മറന്നുപോയല്ലോ എന്ന്. എന്നാൽ അത് പോയി എടുക്കാമെന്നും പറഞ്ഞ് കെവിയുടെ കയ്യിൽ പിടിക്കുന്ന നേരം അവൻ അയാളോട് പറയും ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോകാൻ ഞാൻ നിന്റെ ആടുമല്ല നിന്റെ പെങ്ങളുമല്ല, അതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് കൈയെടുക്കണമെന്ന് പറഞ്ഞ് അവൻ്റെ കേന്ദ്രത്തിനിട്ടൊരു തട്ടെടുക്കും. പെട്ടെന്നാണ് അവൻ ഒരു ഒറ്റ ഇടി കൊടുക്കുക. ആ ഇടി കൊണ്ട് വീണ് കിടക്കുന്ന അവൻ്റെ അടുത്തേക്ക് ആ വിക്ടോറിയ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അവൻ താഴെ വീണ് കിടക്കുന്ന നേരം കയ്യിലുണ്ടായിരുന്ന ഇൻവിറ്റേഷൻ ലെറ്റർ എടുത്ത് മുഖത്ത് വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടുത്തെത്തുന്ന വിക്ടോറിയക്ക് മനസ്സിലായി അവൻ ഇൻവിറ്റേഷൻ കാർഡുമായിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന്. ശരിക്കും അത് അവിടെ നിന്ന് പൊക്കിയിട്ടാണ് അവൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ അവൾ ക്ഷമയെല്ലാം പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിക്കുന്ന നേരം അവൻ പെട്ടെന്ന് തന്നെ അറിയാത്ത പോലെ അവളുടെ മേലേക്കൊന്ന് വീഴും. ഇതേ സമയത്താണ് അങ്ങോട്ട് ആൻഡോയും ടീനയും കൂടെ കാറിൽ വരുന്നത്. അവരെ കാണുമ്പോൾ തന്നെ അങ്കിൾ റോഡി അവരെ സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അങ്ങനെ അവനോട് ചോദിക്കും ഒരു റഷ്യനായ നീ എങ്ങനെയാണ് ബെർലിനിൽ കിടക്കുന്ന അവളെ കണ്ടുപിടിച്ചതെന്ന്. അതിന് അവൻ പറയും ബെർലിൻ്റെ മതിൽ നിർമ്മിക്കാനായിട്ട് ഒരു ആർക്കിടെക്റ്റ് ആയതുകൊണ്ട് തന്നെ എന്നെ അവർ വിളിച്ചിരുന്നു. അങ്ങനെ അതിൻ്റെ ജോലി ചെയ്യുമ്പോഴാണ് ഈസ്റ്റ് ബെർലിനിൽ അവൾ പെട്ട് കിടക്കുന്നത് കാണുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ പ്രണയിക്കുന്നതും ഇതുപോലെയൊക്കെ എത്തിയതും. അതിന് അങ്കിൾ റോഡി പറയും പക്ഷെ നിന്നെ കണ്ടാൽ ഒരു ബോഡി ബിൽഡറെ പോലെയാണല്ലോ തോന്നുന്നത്. അതിനവൻ പെട്ടെന്നൊന്ന് പകച്ചു പോകും. എന്നിരുന്നാലും ഞാനൊന്ന് ജോഗിങ് ചെയ്യാറുണ്ടെന്ന് പറയും. ഇതേ സമയം വിക്ടോറിയ ആയിട്ട് നമ്മുടെ കെവി ഏറെക്കുറെ പരിചയപ്പെട്ട് കഴിഞ്ഞു. അവളുടെ ശ്രദ്ധയെല്ലാം പിടിച്ചു പറ്റിയല്ലേ. അങ്ങനെ അവർ സംസാരിച്ച് മുന്നോട്ട് പോവുകയാണ്. നിനക്ക് എങ്ങനെയാണ് എൻ്റെ ഇൻവിറ്റേഷൻ ലെറ്റർ കിട്ടിയെന്ന് അവൾ ചോദിക്കുന്ന നേരം അതിന് വേറെ കാരണമൊന്നും അവന് പറയാനില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൻ ശ്രദ്ധ തെറ്റിക്കാനായി അവിടെ ഉണ്ടായിരുന്ന ഒരു തുണിയെടുത്ത് അവളുടെ മുഖത്തുണ്ടായിരുന്ന എക്സ്ട്രാ ലിപ്സ്റ്റിക്ക് തുടച്ചു കൊടുക്കും. അന്നേരം അവൾ പറയും നീ ആള് മോഷ്ടിക്കാനും എടുക്കാനാണല്ലോ എന്ന്. സംഭവം എന്താന്ന് വെച്ചാൽ നേരത്തെ അവനായിട്ട് ഒരാളെ പരിചയപ്പെടുത്തി കൊടുത്തിരുന്നു. എന്നാൽ അവരുടെ കയ്യിലൊരു കിസ് കൊടുക്കുന്ന പോലെ കാണിച്ച് കയ്യിലുണ്ടായിരുന്ന ബ്രേസ്ലെറ്റ് അവൻ മുക്കിക്കളഞ്ഞിരുന്നു. അതവൾ മനസ്സിലാക്കി. അതങ്ങനെ അവളുടെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കുന്ന നേരം അതുമാത്രമല്ല നിങ്ങളുടെ ചെയിന് കൂടി ഉണ്ടെന്ന് പറഞ്ഞ് അവളുടെ കഴുത്തിൽ നിന്ന് മോഷ്ടിച്ചിരുന്ന അവളുടെ ചെയിന് തന്നെ അവൾക്ക് ഇട്ടുകൊടുക്കും. കൂടെ തന്നെ അവളുടെ വാച്ചും എല്ലാം തിരിച്ചു കൊടുക്കും. ഇതേ സമയം ഇവിടെയാണെങ്കിൽ അങ്കിൾ റൂഡി ടീനയോട് ചോദിക്കും നിനക്ക് ഈ പ്രണയം ഉണ്ടായിട്ട് എത്ര വർഷമായെന്ന്. അതിന് അവൾ പറയും 2 വർഷം എന്ന്. ഈ 2 വർഷമായിട്ടും നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? എന്തെങ്കിലും നാണക്കേട് തോന്നിയോ? അതിന് എൻ്റെ ചോദിക്കും എന്നെ വിവാഹം ചെയ്യുന്നതിൽ എന്ത് നാണക്കേട് തോന്നാനാ? ഒരു റഷ്യൻ കമ്മ്യൂണിസ്റ്റ് ചാവാലിയുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവുന്ന തന്നെ നാണക്കേടല്ലേ? അത് കേട്ട് അവനാകെ ദേഷ്യം വരുന്നുണ്ട്. എന്നിരുന്നാലും കയ്യിൽ നിന്ന് പോകണ്ടെന്ന് വിചാരിച്ച് അവൻ മെയിൻ ചെയ്യാതെ അവിടെ നിന്ന് പോയി കളയും. തൊട്ടു പിന്നാലെ അങ്കിൾ റൂഡി അവളോട് ക്ഷമയും ചോദിക്കും. എന്നാൽ അവൾ അങ്ങേരെ റേസ് ട്രാക്കിന് അടുത്തേക്ക് കൊണ്ടുവന്ന് പറയും നിങ്ങൾ എന്നോട് ക്ഷമയൊന്നും പറയണ്ട, അതിന് പകരമായിട്ട് എനിക്കൊരു സഹായം ചെയ്ത് തന്നാൽ മതി. എൻ്റെ അച്ഛൻ ഇപ്പോൾ എവിടെയാണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ? അങ്ങേരുടെ ഒരേ ഒരു മകളായിട്ടുള്ള എൻ്റെ വിവാഹം കഴിക്കുന്ന നേരം അങ്ങേരോട് കൂടെ പറയേണ്ടത് എൻ്റെ ഒരു ബാധ്യതയല്ലേ? അതിന് അങ്ങേര് പറയും നീ പറയുന്നത് എനിക്ക് മനസ്സിലായി, പക്ഷെ നിന്നെ എനിക്ക് സഹായിക്കാൻ പറ്റില്ല. ഇതേ സമയം എൻ്റെ വാഷ്റൂമിലേക്ക് കയറി ചെല്ലുന്ന നേരം അതിൻ്റെ പൈപ്പിൻ്റെ അടുത്തായിട്ട് 3 പയ്യന്മാർ നിൽക്കുന്നുണ്ട്. കൈ കഴുകാനൊന്നും സമ്മതിക്കാത്ത രീതിയിലാണ് അവർ ഇരിക്കുന്നത്. ഇതേ സമയത്ത് ഇവിടെ വിക്ടോറിയ കെവിയുമായിട്ട് അങ്കിൾ റൂഡിയുടെയും ടീനയുടെയും അടുത്തെത്തി. അങ്ങനെ അവരെല്ലാവരും പരസ്പരം പരിചയപ്പെടും. കെവിയും ടീനയും തമ്മിൽ പരിചയമില്ലാത്തവരെ പോലെയാണല്ലോ നിൽക്കുക. അതുകൊണ്ട് തന്നെ അവരും പരിചയപ്പെടും. അതേ സമയത്താണ് കെവി വരുന്ന സമയത്ത് ഇൻവിറ്റേഷൻ കാർഡ് മുക്കിയൊരു മനുഷ്യനില്ലായിരുന്നോ മുട്ടിയെ അവൻ
ഇടിച്ചിട്ട് എടുത്തിരുന്ന അങ്ങേര് അങ്ങോട്ട് വരുന്നത്. അങ്ങേര് പറയും, നിന്റെ കൈകൊണ്ടുള്ള വിദ്യ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന്. അവൻ വിചാരിച്ചു അവൻ ഈ കാര്യം മോഷ്ടിച്ചത് അങ്ങേര് കണ്ടുപിടിച്ചു എന്ന്. പക്ഷെ അങ്ങേര് വേറെ ഒന്നാണ് പറയുന്നത്. വിക്ടോറിയയുടെ മുഖത്തുണ്ടായിരുന്ന ലിപ്സ്റ്റിക് തുടയ്ക്കാൻ അവൻ്റെ ഒരു തുണി എടുത്തില്ലായിരുന്നോ, അതിന്റെ മേലെ ഗ്ലാസുകളും പ്ലേറ്റുകളും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം അവിടെ വെച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ വലിച്ചാണ് അവൻ എടുത്തത്. അതിനെക്കുറിച്ചാണ് അങ്ങേര് സംസാരിക്കുന്നത്. എന്തായാലും തിരിച്ചിറങ്ങാൻ നേരം വിക്ടോറിയ കെവിയോട് നമുക്കൊരു മീറ്റിംഗ് വെക്കണമെന്ന് പറയും. അതെന്തിനാന്ന് വെച്ചാൽ അവൾക്ക് കെവിയോട് എന്തോ ഒരു ചെറിയ ഇഷ്ടം വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കണ്ടുമുട്ടണം എന്നൊക്കെ പറയുന്നത്. അതേ സമയത്താണ് നമ്മുടെ ആൻഡോ വാഷ്റൂമിൽ നിന്ന് നല്ല സമാധാനമായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ആ 3 പയ്യന്മാർ അവൻ എന്ത് ചെയ്തോ ആവോ. ഇതേ സമയം വിക്ടോറിയയുടെ കെട്ടിയോനില്ലേ, ആ പ്ലേ ബോയ്, അവൻ ചെറുതായിട്ട് നമ്മുടെ ടീനയെ ഒന്ന് വിളയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിനക്ക് എൻ്റെ കൂടെ പോന്നൂടെ, നല്ലൊരു ജീവിതം ഞാൻ തരാന്നൊക്കെ പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ആൻഡോ ദേഷ്യത്തില് കൂടുതലൊന്നും സംസാരിക്കാതെ അവളെയും കൂട്ടിയിട്ട് അവിടുന്ന് പോകും. അങ്ങനെ അവർ റൂമിലേക്ക് തന്നെ തിരിച്ചു ചെല്ലുന്ന നേരം കെവി റൂമിലേക്ക് വന്നിട്ട് ആൻഡോയെ നോക്കുന്ന നേരം അവനാണെങ്കിൽ റൂമിൽ അടച്ചിട്ട് എന്തോ ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുന്ന നേരം അവൻ ആ പാർട്ടിയിൽ വെച്ച് എടുത്തിരുന്ന കുറച്ച് ഫോട്ടോ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി വരും. ആ ഫോട്ടോ കെവിക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് പറയും, ഈ ഫോട്ടോസ് എല്ലാം ഗാമ വേവ്സിനെ തിരിച്ചറിയാൻ പറ്റുന്ന ഫോട്ടോസ് ആണ്. ഗാമ വേവ്സ് എന്ന് പറഞ്ഞാൽ ആറ്റം ബോംബൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അടുത്ത് പോയി നിന്നാൽ അതിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഒരു വികിരണമാണ്. അങ്ങനെ പുറത്ത് വരുന്ന വികിരണം ആളുകളുടെ ദേഹത്തായാൽ ഈ ഫോട്ടോ എടുക്കുന്ന നേരം ഈ ഫോട്ടോയിൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ഈ ഫോട്ടോ എടുത്തപ്പോൾ അതിൽ അങ്കിൾ റൂഡിയുടെയും വിക്ടോറിയയുടെയും ദേഹത്ത് ഗാമ വേവ്സ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതിന്റെ അർത്ഥം അവർ ആറ്റം ബോംബ് നിർമ്മിച്ച് തീരാനായി, അല്ലെങ്കിൽ ആറ്റം ബോംബ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയെന്നാണ് അതിന്റെ അർത്ഥം. ഇത് കാണുന്ന കെവി എന്തോ ഒന്ന് ചിന്തിച്ച് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയും. അതെന്താന്ന് എൻ്റെ ചോദിക്കുമ്പോഴേക്ക് അല്ല ഒന്നുമില്ല, പിന്നെ പറയാം, നാളെ പറയാമെന്ന് പറഞ്ഞ് അവൻ തിരിച്ചു വരും. എന്നാൽ അന്ന് രാത്രി ആകുന്ന നേരം കെവി വിക്ടോറിയയുടെയും അവളുടെ കെട്ടിയവന്റെയും കമ്പനി ആയിട്ടുള്ള വെൻസുഗേര എയ്റോസ്പേസ് കമ്പനിയിലേക്ക് മെല്ലെ ചാടി ചാടി വരും. അവർ ആറ്റം ബോംബ് നിർമ്മിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിനകത്തായിരിക്കാം അത് വെച്ചിട്ടുണ്ടാവുക. എന്തായാലും അത് മനസ്സിലാക്കിയിട്ടാണ് അവനിപ്പോൾ അതിനകത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതിൻ്റെ ഗ്രില്ല് കട്ട് ചെയ്യാനായിട്ട് നിൽക്കുമ്പോഴാണ് തൊട്ടു സൈഡിലായി ആൻഡോ ഗേറ്റ് കട്ട് ചെയ്യാനായിട്ട് ഇരിക്കുന്ന കാണാം. അപ്പോഴേക്ക് അവൻ അവിടെയുള്ള കറണ്ടെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് കാണുന്ന കെവി അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന നേരം അവൻ ചോദിക്കും, അപ്പോൾ ഇതായിരുന്നോ നീ നാളെ പറയാമെന്ന് എന്നോട് പറഞ്ഞിരുന്നത്? സത്യം പറഞ്ഞാൽ രണ്ടാൾക്കും അറിയാം ഇവിടെ ചിലപ്പോൾ ആറ്റം ബോംബ് ഉണ്ടായിരിക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന്. എന്നാൽ തമ്മിൽ പറയാതെ അവർ ഒറ്റയ്ക്ക് കണ്ടുപിടിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. എന്തായാലും രണ്ടുപേരും ഒരുമിച്ച് പോയി ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല. കെവി ആണെങ്കിൽ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ടൂൾ ഉപയോഗിച്ച്, മൂർച്ചയുള്ള ഒരു ടൂൾ ഉപയോഗിച്ച് ആ ഗേറ്റ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നേരം ആൻഡോ ചോദിക്കും, ഇതെന്താ സാധനം? അതിനവൻ പറയും, ഇത് ബോറോൺ ആണ്, CO2 ലേസർ വെച്ച് മൂർച്ചപ്പെടുത്തിയതാണ്, ഇതിനാണ് ഏറ്റവും കൂടുതൽ മൂർച്ച ഉണ്ടാവുക. അങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആൻഡോ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന CO2 ലേസർ വെച്ച് അത് കട്ട് ചെയ്യുക. നിന്റെ കയ്യിലുള്ള ടൂളില്ലേ അത് മൂർച്ചയാക്കുന്നത് ഇത് ഉപയോഗിച്ചാന്ന് പറഞ്ഞ് അവനെയും കളിയാക്കിയിട്ടാണ് അതിൻ്റെ അകത്തേക്ക് അവർ രണ്ടുപേരും കൂടെ കയറി വരുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഡോറും കുത്തി തുറന്ന് അവർ അകത്തേക്ക് കയറി വരും. ഇനി പെട്ടെന്ന് തന്നെ ആറ്റം ഡിവൈസോ അല്ലെങ്കിൽ ആറ്റം ബോംബോ അവർക്ക് കണ്ടുപിടിക്കണം. അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ തെരച്ചിൽ ആരംഭിക്കും. എന്നാൽ എത്രയൊക്കെ തെരഞ്ഞിട്ടും അതിൻ്റെ ഒരു തുണ്ട് പോലും അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ മേലെയുള്ള നിലയിലേക്ക് എത്തുമ്പോഴാണ് ഒരു ഗാർഡ് അങ്ങോട്ട് വരുന്നത്. അങ്ങനെ കാണുമ്പോൾ തന്നെ അവർ പെട്ടെന്ന് ഒളിച്ചു നിൽക്കും. എന്നാൽ ആ ഗാർഡിന്റെ കയ്യിലെ വാച്ച് കാണുമ്പോൾ തന്നെ ആൻഡോക്ക് മനസ്സിലായി അത് അവൻ്റെ അച്ഛൻ്റെ വാച്ചാണ്. അവൻ വന്നപ്പം തന്നെ രണ്ടുപേര് കട്ടുകൊണ്ടുപോയില്ലായിരുന്നു ആ വാച്ചാണിത്. അതുകൊണ്ട് തന്നെ ആൻഡോ വേറെ ഒന്നും നോക്കില്ല, അങ്ങേരുടെ തൊട്ടു പിന്നാലെ തന്നെ വെച്ച് പിടിക്കും. അങ്ങേരാണെങ്കിൽ നടന്ന് ചെല്ലുന്നത് ഒരു ഡോറ് തുറക്കാനായിട്ടാണ്. അത് തുറക്കുന്നേരാണ് അതിനകത്ത് ആറ്റോമിക് റിയാക്ടറുകളുടെ അടുത്തേക്ക് പോകുമ്പോൾ മാത്രം യൂസ് ചെയ്യുന്ന ഒരു സ്യൂട്ട് കാണാം. ഈ എയ്റോസ്പേസ് കമ്പനിയിൽ അങ്ങനെ ഒരു സ്യൂട്ട് ഇപ്പോൾ എന്തിനാണ് അവൻ വിചാരിക്കും. എന്നിരുന്നാലും ആ വാച്ച് ഊരി എടുക്കാനായി അവനൊരു പ്രത്യേക രീതിയിൽ അങ്ങേരുടെ തലക്കിട്ട് ഒരൊറ്റ അടി കൊടുക്കുന്ന നേരം അങ്ങേരുടെ ബോധം പോയി. അങ്ങനെ തന്നെ പാരലൈസ് ആയിട്ട് നിൽക്കും. അത് കാണുന്ന കെവി ചോദിക്കും, നീ ഇപ്പം എന്താ അവനെ ചെയ്തതെന്ന്. അതിനവൻ പറഞ്ഞു കൊടുക്കും, ഇത് റഷ്യൻ സോൾജേഴ്സിന് മാത്രം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രത്യേക ടെക്നിക്കാണ്, കിസ് എന്നാണ് ഇതിന്റെ പേര്. ഇങ്ങേരുടെ കയ്യിലുണ്ടായിരുന്നു എൻ്റെ അച്ഛൻ്റെ വാച്ചാന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ ഇപ്പോഴാണ് മനസ്സിലായത് അതെൻ്റെ അച്ഛൻ്റെ വാച്ചല്ല. അപ്പോഴാണ് അവർ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്വിച്ച് കാണുന്നത്. ആ സ്വിച്ച് നിൽക്കുമ്പോഴാണ് തറയിൽ നിന്നും ഒരു ഡോറ് തുറന്നു വരിക. അവർ അന്വേഷിച്ച് വന്നത് ഇവിടെ തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നവർ അതിൻ്റെ അടിയിലേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ വലിയൊരു ലോക്ക് കാണുന്നത്. ആ ലോക്ക് തുറക്കാൻ കുറച്ച് പാടാണ്. എന്നാൽ അതിൻ്റെ ഉത്തരവാദിത്തം കെവിയാണ് ഏറ്റെടുക്കുക. അവൻ പണ്ടൊരു പെരുങ്കള്ളനായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ടൂൾസ് എല്ലാം വെച്ച് തന്ത്രപരമായിട്ട് ആ ഡോർ അവൻ തുറന്നെടുക്കും. ആൻഡോ ചോദിക്കും, ഇതിൻ്റെ അലാറം നീ ഓഫ് ചെയ്തിരുന്നോന്ന്. അതെല്ലാം എപ്പോഴേ ഓഫ് ചെയ്തു എന്ന് പറയുമ്പോഴാണ് പെട്ടെന്ന് അലാറം അടിക്കുക. അവർ പെട്ടെന്ന് തന്നെ അതിൻ്റെ അകത്തേക്ക് ഓടിച്ചെന്ന് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കും. എന്നാൽ അതിൻ്റെ അകത്തൊന്നുമില്ല. കെവി കയ്യിൽ കിട്ടിയ എന്തോ ഒരു ടൂളുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടും. അപ്പോഴേക്ക് ഗാർഡ്സ് എല്ലാം വന്ന് അവരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങും. അവർ തിരിച്ചും ഷൂട്ട് ചെയ്ത് അതിൻ്റെ മേലേക്കായിട്ട് ഓടിക്കയറും. അവിടെ ഉണ്ടായിരുന്ന ഒരു ക്യാബിനിൻ്റെ പിന്നിൽ ഒളിച്ചു നിൽക്കും. അപ്പോഴാണ് ദൂരെ ഒരു ചില്ല് കാണുന്നത്. ആൻഡോ അതിനെ ഷൂട്ട് ചെയ്ത് അവിടെ വെള്ളമാണെന്നും പറഞ്ഞ് ഓടിച്ചെന്ന് ചാടും. എന്നാൽ തൊട്ടു പിന്നാലെ തന്നെ കെവിയും ഓടിച്ചെന്ന് ചാടുമ്പോഴാണ് മനസ്സിലാവുക അവിടെ വെള്ളമൊന്നുമില്ല. അടിച്ചു വീണവൻ എഴിഞ്ഞു നീങ്ങി ആൻഡോ സ്റ്റാർട്ടാക്കി വെച്ചിരുന്ന ഒരു ബോട്ടിലേക്ക് ചെന്ന് കയറും. അങ്ങനെ അവർ ഓടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് ആ വെള്ളത്തിൽ വലിയൊരു ഡോറ് വന്ന് അടയ്ക്കുന്നത്. അങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും അവർ പല വഴികൾ നോക്കുന്നുണ്ടെങ്കിലും അവർക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. കെവി പറയും, ഇങ്ങനെ നോക്കിയിട്ടൊന്നും കാര്യമില്ല, നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, എന്നാൽ ഞാൻ ചെയ്യുന്ന കണ്ടു നിന്നാൽ മതി എന്ന് പറഞ്ഞ് അവൻ പെട്ടെന്ന് തന്നെ ബോട്ട് തിരിക്കുന്ന നേരം കെവി വണ്ടിയിൽ നിന്നും തെറിച്ച് വീണു പോകും. എന്നാൽ അവൻ അറിഞ്ഞിട്ടില്ല. വെള്ളത്തിൽ വീണ നമ്മുടെ ആള് നീന്തി തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു കര പറ്റുന്ന നേരം അവിടെ
ഒരു ട്രക്ക് നിർത്തി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അതിലുണ്ട് ഒരു ഷാമ്പയിന്, കഴിക്കാനായിട്ടുള്ള ഭക്ഷണങ്ങളെല്ലാം. അവനതെല്ലാം കഴിച്ചുകൊണ്ട് ടി വിയിൽ സിനിമ കാണുന്ന പോലെ അതെല്ലാം കണ്ടിരിക്കും. എന്നാൽ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ അവർ ആ ബോട്ട് ഷൂട്ട് ചെയ്ത് തള്ളിയിടും. ആൻഡോ നിന്നിരുന്ന ബോട്ട് ഷൂട്ട് ചെയ്ത് തള്ളിയിടും. എന്നാൽ ട്രക്ക് എടുത്ത് പോകുന്ന കെവിയുടെ മനസ്സ് ആൻഡോയെ അവിടെ ഇട്ടേച്ച് പോകാനായിട്ട് സമ്മതിക്കില്ല. അവൻ പെട്ടെന്ന് തന്നെ തിരിച്ച് ആ ഗാർഡ്സ് നിൽക്കുന്ന ബോട്ടിന്റെ മേലേക്ക് ആ ട്രക്ക് ഓടിച്ച് വീഴ്ത്തും. അങ്ങനെ കുറച്ച് നേരം കൊണ്ട് തന്നെ അവനെ രക്ഷപ്പെടുത്തി പുറത്തിറക്കുകയും ചെയ്യും. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം വിക്ടോറിയയും അവളുടെ കെട്ടിയവനും അറിഞ്ഞു കഴിഞ്ഞു. വിക്ടോറിയയ്ക്ക് ഒരു സംശയമുണ്ട്, ഇതിന്റെ എല്ലാം പിന്നിലെ കെവി ആണോ എന്ന്. അതുകൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് തന്നെ ഹോട്ടലിലേക്ക് കെവിയെ വിളിച്ചു നോക്കും. എന്നാൽ ആ ഫോൺ ആരും എടുക്കുന്നില്ല. അത് മനസ്സിലാക്കുന്ന അവള് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വെച്ച് പിടിക്കും. ടീനയുടെ അങ്കിൾ റൂഡി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അവളെ വിളിച്ച് പറയും, നിന്റെ കാമുകനോട് ഞാൻ ഇന്ന് ചെയ്ത് വളരെ മോശമായിപ്പോയി, എനിക്ക് അവനോട് ഒരു ക്ഷമ ചോദിക്കണമെന്ന്. അങ്ങനെ ശരിക്കും ഇതെല്ലാം പറയുന്നത് അവൻ അവിടെ ഉണ്ടോന്ന് അറിയാനാണ്. എന്നാൽ അവള് പറയും അവൻ ഉറങ്ങിപ്പോയെന്ന്. അങ്കിൾ റൂഡി പറയും, അങ്ങനെയാണെങ്കിൽ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, എനിക്ക് നിന്നെ ഒറ്റയ്ക്ക് നാളെ ഒന്ന് കിട്ടുമെന്ന് ചോദിക്കും. അവളും കൂടുതലൊന്നും കാര്യമാക്കാതെ ഞാൻ വരാലോ എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് മറ്റേ ആരെയോ കോൾ ചെയ്തിട്ട് ഞാൻ നാളെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പോവുകയാണെന്ന് പറയും. മീറ്റിംഗ് ശരിയായിട്ടുണ്ടെന്ന് പറയും. അതാരാ എന്താണെന്നൊന്നും അറിയില്ല, പക്ഷേ സത്യം പറഞ്ഞാൽ അവൾക്ക് എന്തോ ഒരു കള്ളക്കളി ഉണ്ട് ഇപ്പോൾ. അതേസമയം കെവിയും ആൻഡോയും വേഗത്തിൽ ഓടി വന്ന് ഹോട്ടലിന്റെ മുന്നിൽ എത്തുന്നേരം അവിടേക്ക് വിക്ടോറിയയും അതേസമയം തന്നെ എത്തിയിട്ടുണ്ട്. എന്നാൽ അവളുടെ കണ്ണിൽ പെടാതെ അവർ പെട്ടെന്ന് തന്നെ മേലെയുള്ള റൂമിലേക്ക് ഓടി വരും. വിക്ടോറിയ ആണെങ്കിൽ കാര്യങ്ങളെല്ലാം എളുപ്പമാക്കാനായി താഴെ നിന്നും കെവിയുടെ റൂമിന്റെ കീയും വാങ്ങിച്ചാണ് മേലെ കയറി വരുന്നത്. അങ്ങനെ അവൾ കീയും വെച്ച് ലോക്ക് തുറന്ന് അകത്തേക്ക് കയറി വരുന്നേരം നമ്മുടെ കെവിന്റെ കുളിച്ചങ്ങോട്ട് വരുന്നു. അവനൊന്നും അറിയാത്ത പോലെ വിക്ടോറിയ നീ എന്താ ഇവിടെ എന്നുള്ള രീതിയിൽ നിൽക്കും. എന്നാൽ അവൾ പറഞ്ഞിരുന്നല്ലോ നമുക്കൊരു മീറ്റിങ്ങിന് കണ്ടുമുട്ടണമെന്ന്, ആ മീറ്റിംഗ് ഇപ്പൊ തന്നെ ആക്കാന്ന് വിചാരിക്കും. എന്നാൽ ഇതേ സമയം റൂമിലെത്തുന്ന ആൻഡോ ആ റൂമിൽ എന്താണ് സംഭവിക്കുന്നത്, കെവിയുടെ റൂമിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഡിവൈസ് എടുത്ത് ഓൺ ചെയ്യും. ആൻഡോ അവന്റെ റൂമിൽ ഒരു മൈക്ക് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരവിടെ എന്താണ് സംസാരിക്കുന്നതെന്ന് അവൻ ഇവിടെ കേൾക്കാൻ പറ്റും. എന്നാൽ മൈക്കിൽ സംസാരമൊന്നുമല്ല കേൾക്കാൻ പറ്റുന്നത്, മറ്റെന്തൊക്കെയോ അപശബ്ദങ്ങളാണ്. ഇത് കേൾക്കുന്ന ടീന പറയും, ഇപ്പൊ മനസ്സിലായില്ലേ അവൻ സേഫാണ്, നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിറ്റേന്ന് രാവിലെ ആവുന്ന നേരം ആൻഡോ കെവിയെ കണ്ട് ചോദിക്കും, വിക്ടോറിയക്ക് ഇപ്പോൾ നിന്നെ ഏറെക്കുറെ വിശ്വാസമായി കഴിഞ്ഞു എന്ന്. അതിനവൻ പറയും, ഏറെക്കുറെ വിശ്വാസമായി കഴിഞ്ഞു, ഞാൻ എൻ്റെ എല്ലാം അവൾക്ക് കാണിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അവൾ പൂർണ്ണമായും എന്നെ വിശ്വസിച്ചിരിക്കുക. അതേസമയം ആൻഡോ ചോദിക്കുന്നുണ്ട് അങ്കിൾ റൂഡിയുടെ അടുത്തേക്ക് അവളെ മീറ്റിങ്ങിനായിട്ട് അയക്കണമെന്ന്. തലേന്ന് രാത്രി അങ്കിൾ പറഞ്ഞിരുന്നല്ലോ അങ്കിളിനെ കാണാനായിട്ട് അവളോട് ചെല്ലാൻ. അത് ചിലപ്പോൾ ഡേഞ്ചർ ആയിരിക്കില്ലേ എന്ന് അവൻ ചോദിക്കുന്നേരം, അതല്ലാതെ നമ്മുടെ കയ്യിൽ വേറെ ഒരു വഴിയില്ല അവളുടെ അച്ഛനെ കണ്ടുപിടിക്കാനെന്ന് കെവി പറയും. അപ്പോഴേക്ക് ടീന അണിഞ്ഞൊരുങ്ങി ഡ്രസ്സിനടിയിൽ ഒരു ട്രാക്കറും ഫിറ്റ് ചെയ്തുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങി വരും. എന്നാൽ അത് ഓണാണെന്ന് ഉറപ്പ് വരുത്താൻ ആൻഡോ ആണത് ചെക്ക് ചെയ്ത് നോക്കുക. അവൻ അത് മെല്ലെ ചെക്ക് ചെയ്ത് നോക്കുന്നേരം അവർ രണ്ടുപേരും കൂടെ ചെറുതായിട്ടൊരു കിസ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. പക്ഷേ കെവി കയറി വന്നത് മുടക്കി പുല്ല്. എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവളുടെ അങ്കിൾ അവിടെ എത്തി, റൂഡി അവിടെ എത്തി. അങ്ങനെ അങ്ങേരുടെ കൂടെ അവൾ യാത്ര ചെയ്ത് പോവുകയാണ്. ഇത് എന്തിനുള്ള മീറ്റിംഗ് ആണെന്ന് അവൾ ചോദിക്കെങ്കിലും അങ്ങേര് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയില്ല. എന്നാൽ അവർ പോകുന്നതിന്റെ തൊട്ടു പിന്നാലെയായിട്ട് ആൻഡോ അവരെ ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അങ്കിൾ അവളെ ഏതോ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് കാര്യങ്ങളെല്ലാം ചോദിക്കാനായി നിൽക്കുന്നേരം അവൾ വളച്ചുകെട്ടൊന്നുമില്ലാതെ അങ്കിളിനോട് അങ്ങോട്ട് പറയും, എൻ്റെ അച്ഛൻ ഇവിടെ എവിടെയോ ഉണ്ടെന്ന് എനിക്കറിയാം, അങ്ങേര് നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യാണെന്നും എനിക്കറിയാം. അതിന് അങ്ങേര് ചോദിക്കും, അതെങ്ങനെ നിനക്കറിയാം, അത് വളരെ സിമ്പിൾ അല്ലേ എന്ന് അവൾ തിരിച്ചും പറയും. അവൾ എന്താണ് പറഞ്ഞെടുത്തതെന്ന് അറിയില്ല. എന്തായാലും പുതിയൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായി കെവി വിക്ടോറിയയുടെ അടുത്തേക്ക് അവളുടെ ഷിപ്പിംഗ് കമ്പനിയിലേക്കാണ് ചെല്ലുന്നത്. അവിടെ എത്തുന്നേരം അവളാണെങ്കിൽ ആരെയോ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും അവിടെ ഉണ്ടായിരുന്ന ഡ്രിങ്ക് നീ കഴിച്ചോ എന്ന് പറയുന്നേരം അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും മുന്തിയൊരു ഡ്രിങ്ക് തന്നെ കെവി നോക്കിയെടുത്ത് കഴിക്കും. ഇവിടെ ടീന എന്തോ അവരോട് പറയുന്നത് കേട്ട് ആൻഡോ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. അവൾ എന്താണ് പറഞ്ഞതെന്നൊന്നും അറിയില്ല. എന്തായാലും അത് കേൾക്കുന്നവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടി അവന്റെ വണ്ടി എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടും. ഇവിടെ മദ്യം കഴിച്ചുകൊണ്ടിരിക്കുന്ന കെവി അതിലെന്തോന്ന് ചേർത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്ന നേരം വിക്ടോറിയയോട് ചോദിക്കും, നീ ഇതിലെന്തോന്ന് ചേർത്തിട്ടില്ലേ എന്ന്. അതിന് അവള് പറയും, അതെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഞാൻ നിന്നോടൊരു സത്യം പറയാം, നിന്റെ കൂടെ വന്ന ടീന എന്ന പെൺകുട്ടിയില്ലേ, അവൾ ശരിക്കും നിങ്ങളെ സഹായിക്കാനല്ല ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, അവൾ ശരിക്കും നിങ്ങളെ ഒറ്റയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോഴാണ് ടീന ഇവിടെ എന്താണ് സംസാരിച്ചതെന്ന് നമ്മൾ കേൾക്കുന്നത്. അവള് പറയും, എൻ്റെ അച്ഛൻ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് എങ്ങനെ മനസ്സിലായി എന്ന് വെച്ചാൽ എന്നെ കല്യാണം കഴിക്കാൻ പോവാന്ന് പറഞ്ഞ് കൊണ്ടുവന്ന കാമുകൻ അവൻ ശരിക്കും ഒരു KGB ഏജന്റ് ആണ്. വിക്ടോറിയയുടെ കെട്ടിയോനെ നോക്കി പറയും, നിന്റെ കെട്ടിയോളുടെ കൂടെ ഒരുത്താൻ തെണ്ടി നടക്കുന്നില്ലേ, അവൻ ശരിക്കും ഒരു CIA ഏജന്റും ആണ്. അവർ രണ്ടുപേരും കൂടെ എൻ്റെ അച്ഛനെ കണ്ടുപിടിക്കാനാണ് എന്നെയായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്നാൽ അവൾ പറഞ്ഞതെല്ലാം ആൻഡോ അവളുടെ കയ്യിലിട്ട് കൊടുത്തിരുന്ന ഒരു മോതിരില്ലായിരുന്നോ, അതിലുണ്ടായിരുന്ന മൈക്ക് വഴി ആൻഡോ അതെല്ലാം കേട്ടു. അത് കേട്ടാണ് അവൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടെ. ഇവിടെ കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്ന അങ്കിൾ റൂഡി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വിക്ടോറിയയെ വിളിച്ച് കാര്യം പറഞ്ഞു. അത് മനസ്സിലാക്കുന്ന അവളാണ് കെവിയുടെ മദ്യത്തിൽ എന്തോ ഒരു മയക്കുമരുന്ന് ചേർക്കുന്നത്. എന്തായാലും മയങ്ങാനുള്ള മദ്യം കുടിച്ചോണ്ട് തന്നെ കെവിക്ക് കൂടുതലൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അവൻ അവിടെ ഉണ്ടായിരുന്ന സോഫയിൽ കിടന്ന് മെല്ലെ മയങ്ങിപ്പോകും. പിന്നെ കണ്ണു തുറക്കുന്ന നേരം അവൻ ഇരിക്കുന്നത് ഒരു ടോർച്ചർ കസേരയിലാണ്. അവൻ അനങ്ങാനൊന്നും പറ്റില്ല. അവന്റെ തൊട്ടു മുന്നിലാണെങ്കിൽ വിക്ടോറിയയും അങ്കിൾ റോഡിയും നിൽക്കുന്നുണ്ട്. അങ്കിൾ റോഡി താഴെ ഉണ്ടായിരുന്ന ഒരു ബട്ടൺ ചവിട്ടുന്ന നേരം ശരിക്കും കെവിക്ക് ഷോക്ക് അടിക്കേണ്ടതാണ്. എന്നാൽ അതിനെന്തോ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ട്. അതങ്ങനെ പോയി ശരിയാക്കുന്ന നേരം കെവിക്ക് പെരുത്ത ഷോക്കാണ് അടിക്കുക. അന്നേരം വിക്ടോറിയ വന്ന് ശരിക്കും പറഞ്ഞ എനിക്ക് നിന്നെ കൊല്ലണം എന്നായിരുന്നു, പക്ഷെ ഇങ്ങേരുള്ളപ്പോൾ എന്നെ കൊണ്ട് അതിന് പറ്റില്ല എന്ന് പറഞ്ഞ് അവൾ ഇറങ്ങിപ്പോകും. ഈ അങ്കിൾ റോഡി ആണെങ്കിൽ 2ാം ലോക മഹായുദ്ധ കാലത്ത് ഹിറ്റ്ലർ
ഹിറ്റ്ലറിൻ്റെ കൂടെ ഇഷ്ടംപോലെ ആളുകളെ കൊല്ലാനായി ടോർച്ചർ ചേംബറുകളും ടോർച്ചർ ചെയറുകളും ഉണ്ടാക്കി അതിലിരുത്തി ആളുകളെ കൊന്നയാളാണ്. ഇതേ സമയം തന്നെ വിക്ടോറിയ ബോട്ടിൽ അവരുടെ കുടുംബ ദ്വീപായിട്ടുള്ള വിൻസുഗേര ദ്വീപിലേക്ക് യാത്രയാവുകയാണ്. അതേ ദ്വീപിലേക്ക് തന്നെയാണ് ടീനയും യാത്രയാവുന്നത്. അവൾ ഹെലികോപ്റ്ററിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ദ്വീപിലാണ് അവളുടെ അച്ഛൻ ആറ്റം ബോംബ് നിർമ്മിക്കുന്നത്. അങ്ങേർക്കാണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് സുഖമൊന്നുമില്ല. അങ്ങേർക്ക് ആറ്റം ബോംബ് നിർമ്മിക്കാനൊന്നും പറ്റുന്നില്ല. എന്നാൽ അവളുടെ ഒരു സാന്നിധ്യം ഉണ്ടെങ്കിൽ, ടീനയുടെ ഒരു സാന്നിധ്യം ഉണ്ടെങ്കിൽ അങ്ങേർക്കത് നിർമ്മിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാണ് അവളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ഇതേ സമയം ആൻഡോ കെവിയെ ട്രാക്ക് ചെയ്ത് അവൻ ഇപ്പം ഇരിക്കുന്ന സ്ഥലത്തേക്ക് എത്തി. അങ്കിൾ റൂഡിയുടെ തൊട്ടു പിന്നിലാണ് വന്ന് നിൽക്കുക. അവൻ അവിടെ നിൽക്കുന്നത് നമ്മുടെ കെവി കാണുകയും ചെയ്തു. ആദ്യമായിട്ടാണ് നിന്നെ കാണുന്ന നേരം എനിക്ക് സന്തോഷം തോന്നുന്നതെന്ന് പറയുമ്പോഴാണ് അങ്കിൾ റൂഡി തിരിഞ്ഞു നോക്കുക. പിന്നെ നമ്മൾ കാണുന്നത് അവർ രണ്ടുപേരും കൂടെ അങ്കിൾ റൂഡിയെ ആ കസാരയിൽ കെട്ടി വെച്ചിരിക്കുന്നതാണ്. അങ്ങേര് വിളിച്ചു പറയും, എന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ ഇതിലിരുത്തി ഷോക്ക് അടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാം ഞാൻ പറഞ്ഞുതരാം. അവരാണെങ്കിൽ അങ്ങേരെ കൊണ്ടൊന്നും പറയാൻ സമ്മതിക്കാതെ പിന്നെയും ഷോക്ക് അടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അന്നേരം അങ്ങേര് വിളിച്ചു പറയും, ഞങ്ങൾ ആറ്റം ബോംബ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. നാളെ രാവിലെ 8 മണിക്ക് ജർമ്മൻ ജനറലിന്റെ കയ്യിലേക്ക് അത് കൈമാറും. കടലിൽ വെച്ചാണ് ആറ്റം ബോംബ് കൈമാറുന്നത്. അവർ മുങ്ങിക്കപ്പലുമായിട്ടാണ് അങ്ങോട്ട് വരിക. ആറ്റം ബോംബ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് വിൻസുഗേര ദ്വീപിലാണ്. വിൻസുഗേര കുടുംബ ദ്വീപിലാണ് വെച്ചിരിക്കുന്നത്. എന്നെ ഇവിടെ നിന്ന് അഴിച്ചു വിടുകയാണെങ്കിൽ ഈ സത്യം ഞാൻ എവിടെ വേണമെങ്കിലും വിളിച്ചു പറയാം. എന്നെ ഒന്ന് സേഫ് ആക്കി തന്നാൽ മാത്രം മതി. എന്നെ ജീവിക്കാൻ നിങ്ങൾ സമ്മതിച്ചാൽ മാത്രം മതി. എന്നാൽ ഇങ്ങേര് പറഞ്ഞത് ശരിയാണോ, ഇനി കൂടുതലൊക്കെ എന്ത് ചെയ്യണം എന്നറിയാൻ അവർ രണ്ടുപേരും കൂടെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു മുറിയിലേക്ക് വന്ന് ചർച്ച ചെയ്യും. എന്നാൽ ഇതേ സമയം അങ്കിൾ റൂഡി ആ ചേറിയിൽ നിന്ന് രക്ഷപ്പെടാൻ ആടി ഉലയും നേരം അത് ഷോർട്ട് സർക്യൂട്ടായി അത് പെട്ടെന്ന് തന്നെ ഷോക്ക് അടിക്കാൻ തുടങ്ങും. ആ ഷോക്കിങ്ങിൽ അങ്ങേര് നിന്ന് അവിടുന്ന് കത്തും. അവിടെ ഉണ്ടായിരുന്ന തീയെല്ലാം മാളി കത്തുമ്പോഴാണ് നമ്മുടെ ആൾക്കാർ രണ്ടുപേരും അങ്ങേര് കത്തിപ്പോയെന്ന കാര്യം അറിയുന്നത്. അതേസമയം ടീന ഇവിടെ വിൻസുഗേര ദ്വീപിലെത്തി. അവൾ ഇഷ്ടംപോലെ വർഷങ്ങൾക്ക് ശേഷമാണ് അവൾ അച്ഛനെ ഇപ്പോൾ കാണുന്നത്. ഇവിടെ കെവിക്കും ആൻഡോയ്ക്കും ദ്വീപിലേക്ക് പോകാനായി കെവി ആദ്യം തന്നെ ഇടിച്ച് ഇൻവിറ്റേഷൻ കാർഡ് കട്ടെടുത്ത മനുഷ്യനില്ലായിരുന്നോ, അങ്ങേര് വലിയൊരു ഹെലികോപ്റ്ററായി വരുന്നുണ്ട്. അങ്ങേര് വലിയ എന്തോ തലപ്പത്തിരിക്കുന്ന ആളാണ്. അങ്ങനെ ആ ഹെലികോപ്റ്ററിൽ കയറി പോകുന്ന നേരം കെവിയുടെ ബോസ് വിളിച്ചു പറയും, ഈ മിഷൻ അവസാനിച്ച ആ സയന്റിസ്റ്റിനെയും അങ്ങയുടെ കയ്യിലുണ്ടായിരുന്ന കമ്പ്യൂട്ടർ ഡിസ്കും നീ എടുക്കണം, എന്നിട്ട് നീ ഇങ്ങോട്ട് വന്നാൽ മതി. അത് സാധിച്ചെടുക്കാൻ ആ KGB കാരൻ വലിയൊരു ബുദ്ധിമുട്ടായി മാറുകയാണെങ്കിൽ നീ അവനെ അങ്ങ് കൊന്നേക്കുന്നത്. ഇതേ സമയം ആൻഡോയുടെ ഫോണിലേക്ക് അവന്റെ ബോസ് വിളിച്ച് ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. ഇതേ സമയം ആ മുട്ടിയ മനുഷ്യൻ പറയും, അങ്ങേര് വെറും മുട്ടിയ മനുഷ്യൻ മാത്രമല്ല, അങ്ങേരും ഒരു ബോസ് തന്നെയാണ്. അങ്ങേര് പറയും, നമ്മുടെ മിഷനിൽ ഒരു മിഷനും കൂടെ എക്സ്ട്രാ ഉണ്ട്. അവിടെ ഒരു ഏജന്റ് പെട്ട് കിടക്കുന്നുണ്ട്, അവളെ കൂടെ നമ്മൾ രക്ഷപ്പെടുത്തണം. അത് ഏത് ഏജന്റ് ആണെന്ന് വെച്ചാൽ നമ്മുടെ ടീന തന്നെയാണ്. അവൾ ശരിക്കും ഒരു സാധാരണക്കാരിയല്ല, ഒരു മെക്കാനിക്ക് മാത്രമല്ല, അവൾ ശരിക്കും ഒരു ഏജന്റ് ആണ്. ആൻഡോയും കെവിയും കൂടെ. പിന്നെ എന്തിനാണ് അവൾ ഞങ്ങളെ ഒറ്റിയെന്ന് ചോദിക്കുന്ന നേരം അങ്ങേര് പറയും, അവൾക്ക് ഒറ്റാതെ വേറെ വഴിയൊന്നുമില്ലായിരുന്നു. എന്നാൽ മാത്രമേ അവൾക്ക് അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് എത്താനായി പറ്റൂ. അവൾ അവിടെ വെച്ച് നിങ്ങളെ രണ്ടുപേരെയും ഒറ്റുന്ന സമയം അവൾക്കറിയാമായിരുന്നു അവളുടെ കയ്യിലുണ്ടായിരുന്ന മോതിരം വഴി അതെല്ലാം നീ കേൾക്കുന്നുണ്ടെന്ന്. അത് നീ കേൾക്കുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ അവിടുന്ന് രക്ഷപ്പെട്ടു, ഇവനെയും രക്ഷപ്പെടുത്തി. ഇത് ഞാനാണ് അവൾക്ക് പറഞ്ഞു കൊടുത്തതെന്ന് കൂടെ അങ്ങേര് കൂട്ടിച്ചേർക്കും. ഇതേ സമയം ടീന അവളുടെ അച്ഛൻ ബോംബുണ്ടാക്കുന്ന റൂമിലാണ് നിൽക്കുന്നത്. അവരുടെ എല്ലാവരുടെയും മനസ്സിൽ അവളുടെ അച്ഛന് ആശ്വാസം കിട്ടാനാണ് ടീന അവിടെ വന്ന് നിൽക്കുന്നതെന്നാണ്. എന്നാൽ അവൾ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ബോംബ് നിർമ്മിക്കാനായി നിങ്ങൾ ഒരിക്കലും അവരുടെ കൂടെ നിൽക്കരുതെന്ന്. അച്ഛനും അത് തന്നെയാണ് ഇഷ്ടം. ഈ ബോംബ് നിർമ്മിക്കാനൊന്നും അങ്ങേർക്കും വലിയ ഇഷ്ടമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ടീന അവിടെ ഉണ്ടായിരുന്ന ഒരു ടൂൾ ബോക്സ് തള്ളി താഴെ ഇടുന്ന നേരം അവളുടെ അച്ഛനാണെങ്കിൽ പെട്ടെന്ന് ആരും കാണാതെ കയ്യിലുണ്ടായിരുന്ന ലെൻസ്, ബോംബിൽ വെക്കേണ്ട ലെൻസ് മാറ്റി വെക്കും. ഇതേ സമയം നമ്മുടെ ടീം കടലിലുണ്ടായിരുന്ന വലിയൊരു എയർക്രാഫ്റ്റിലേക്ക് വന്നിറങ്ങും. അവിടെ വെച്ചാണ് അവരിനി തന്ത്രങ്ങളെല്ലാം മെനയാൻ പോകുന്നത്. ഇവിടെ ടീനയുടെ അച്ഛൻ ആ ലെൻസ് മാറ്റി വെച്ച കാര്യം CCTV കൂടെ കാണുന്ന വിക്ടോറിയ അങ്ങോട്ട് ഇറങ്ങി വന്ന് പെട്ടെന്ന് തന്നെ ടീനയെ പിടിച്ച് അവിടെ നിന്ന് തുറുങ്കി കൊണ്ടുപോയി അടയ്ക്കും. തൊട്ടു പിന്നാലെ അവളുടെ അച്ഛനോട്, നീ മാറ്റിവെച്ച ലെൻസ് അവിടെ തന്നെ വെക്കുന്നതായിരിക്കും നിനക്ക് നല്ലതെന്ന് പറഞ്ഞ് അങ്ങേരെ കൊണ്ട് ആ ലെൻസ് മാറ്റി വെപ്പിച്ച് അങ്ങേരെ ഷൂട്ട് ചെയ്ത് കൊന്നുകളയും. അങ്ങനെ അന്ന് രാത്രി ആകുന്ന നേരം എയർക്രാഫ്റ്റിൽ നിന്നും ഒരു പടസേന ബോട്ടിൽ ആ വിൻസുഗേര ദ്വീപ് ലക്ഷ്യമാക്കിയിട്ട് പോവുകയാണ്. ദ്വീപിന് ചുറ്റും കാവൽ നിൽക്കുന്ന ഗാർഡ്സിനെ അവർ തുരുതുരാന്ന് ഷൂട്ട് ചെയ്യാൻ തുടങ്ങും. അവിടെയുള്ള ഗാർഡ്സിന് ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുമ്പോഴേക്ക് ഇവിടെ ഉണ്ടായിരുന്ന സൈനികരെല്ലാവരും കൂടെ അങ്ങോട്ട് കയറി ഷൂട്ടോട് ഷൂട്ടാണ്. എന്നാൽ അതിന്റെ ഇടയിലൂടെയാണ് കെവിയും ആൻഡോയും കൂടെ അതിന്റെ അകത്തേക്ക് കയറി ചെല്ലുന്നത്. അവരുള്ളിലേക്ക് ചെന്ന് അവസാനം ആ ബോംബ് വെച്ചിരുന്ന റൂമിലേക്ക് ചെന്നെത്തും. എന്നാൽ ആ റൂമിൽ മരിച്ചു കിടക്കുന്ന സയന്റിസ്റ്റിനെ മാത്രമാണ് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. എന്നാൽ അവരെയും തെരഞ്ഞുകൊണ്ട് കുറച്ച് ഗാർഡ്സ് അങ്ങോട്ട് ഓടി വരുന്നുണ്ട്. അവരെല്ലാവരെയും നമ്മുടെ കെവി ഷൂട്ട് ചെയ്ത് കൊന്നുകളയും. എന്നാൽ താഴെ വീണ് കിടക്കുന്ന ഒരു ഗാർഡിന്റെ കയ്യിൽ ആൻഡോയുടെ കയ്യിലുണ്ടായിരുന്ന അവന്റെ അച്ഛന്റെ വാച്ച് കാണും. അവനത് പെട്ടെന്ന് തന്നെ കയ്യിലാക്കി വെക്കും. അങ്ങനെ ആ ദ്വീപിന്റെ കൺട്രോൾ സെന്ററിലേക്ക് ചെന്ന് അവിടെ ഉണ്ടായിരുന്ന CCTV നോക്കുമ്പോഴാണ് അവൻ കാണുന്നത് ടീനയെയും ആ വലിയ ആറ്റം ബോംബും കൂടെ ഒരു ജീപ്പിൽ എടുത്തു വെച്ച് വിക്ടോറിയയുടെ കെട്ടിയവൻ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. അവൻ പെട്ടെന്ന് തന്നെ രക്ഷപ്പെടുകയാണ്. ഇത് കാണുന്ന കെവി ആൻഡോയോട് കാര്യം പറഞ്ഞ് അവിടെ നിന്ന് പുറത്തേക്ക് ഓടി വരും. എന്നിരുന്നാലും അവരെ ഫോളോ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു വണ്ടി വേണ്ടേ. അപ്പോഴാണ് അവിടെ വെച്ചിരിക്കുന്ന ഒരു വലിയ ബഗ്ഗി അവൻ കാണുന്നത്. എന്നാൽ അതുകൊണ്ട് പോയാൽ അവരുടെ രോമത്തിൽ പോലും തൊടാനായി പറ്റില്ല. എന്നാൽ അതിന്റെ തൊട്ടടുത്ത് അതിലും വലിയൊരു ബഗ്ഗി എടുക്കുന്നുണ്ട്. അവൻ അതിലാണ് അവരുടെ പിന്നാലെ പോകുന്നത്. എൻ്റെ തൊട്ടു പിന്നാലെ തന്നെ ഒരു ബൈക്കിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ വിക്ടോറിയയുടെ കെട്ടിയവനും കെവിയും എവിടെയാണെന്ന് അവന് കണ്ടുപിടിക്കാൻ പറ്റില്ല. സ്നൈപ്പറിന്റെ ലെൻസ് വെച്ചാണ് ദൂരെ അവരെ കാണുക. പെട്ടെന്ന് തന്നെ അവരുടെ പിന്നാലെ വെച്ച് പിടിക്കും. ഇവിടെ കെവി ആണെങ്കിൽ അവരുടെ പിന്നാലെ പോകുന്ന നേരം ഷോർട്ട് കട്ടായിട്ട് മറ്റൊരു വഴി കൂടെ മേലേക്ക് ചെല്ലും. അങ്ങനെ ടീനയെയും ബോംബും
കൊണ്ടുപോകുന്ന വിക്ടോറിയയുടെ കെട്ടിയവൻ്റെ തൊട്ട് പിന്നിൽ തന്നെ അവൻ എത്തിപ്പെട്ടു. എന്നാൽ ഫോളോ ചെയ്ത് പോകുന്ന നേരം അവൻ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു പുഴയിലേക്കാണ് വണ്ടി ഇറക്കുക. ആ ജീപ്പിന്റെ സൈലൻസർ കുത്തനെ പൊക്കി വെച്ചോണ്ട് തന്നെ അതിൽ വെള്ളം കയറാതെ അവർക്ക് വണ്ടിയും കൊണ്ട് ജീപ്പും കൊണ്ട് നേരെ അപ്പുറം കടക്കാം. എന്നാൽ കേവി ഇരിക്കുന്ന ബഗ്ഗിയുടെ സൈലൻസർ നേരെ താഴെയാണുള്ളത്. അതുകൊണ്ട് തന്നെ അവൻ ആ ബഗ്ഗി റിവേഴ്സിലെടുത്ത് വേഗത്തിൽ ഓടിച്ച് ആ പുഴയിലേക്ക് ഇറക്കും. അത് ആ വെള്ളത്തിന് മേലെ കൂടെ തെന്നി തെന്നി നേരെ മറുകരയിലെത്തും. അങ്ങനെ അവരുടെ തൊട്ടു പിന്നാലെ എത്തുമ്പോഴേക്ക് ആൻഡോ ബൈക്കിൽ മറ്റേതൊരു വഴിയിലൂടെ ചാടി വന്ന ആ ജീപ്പിന് തൊട്ടടുത്ത് നിന്ന് ആ ജീപ്പിന്റെ ടയറിനെ നോക്കി ഷൂട്ട് ചെയ്യും. ദേഷ്യം വന്ന ജീപ്പിലെ പ്രാന്തൻ ബൈക്കിനിട്ട് ഒരു ഒറ്റ ഇടിയും കൊടുക്കും. ബൈക്കാണെങ്കിൽ താഴേക്ക് മറിഞ്ഞു വീഴും. ആൻഡോ താഴേക്ക് മറിഞ്ഞു വീഴും. തൊട്ടു പിന്നാലെ കേവി ആ ജീപ്പിന്റെ തൊട്ടടുത്തേക്ക് വണ്ടി ഓടിച്ചു ചെന്ന് ടീനയോട് വണ്ടിയിൽ പിടിച്ചു നിൽക്കാൻ പറഞ്ഞ് ആ ജീപ്പിനിട്ട് ഒരു ഒറ്റ ഇടിയാണ്. ജീപ്പ് മറിഞ്ഞടിച്ച് താഴെ വീഴുന്ന നേരം കേവി ഓടിച്ചെന്ന് ജീപ്പിൽ നിന്നും ടീനയെ രക്ഷപ്പെടുത്തി പുറത്തിറക്കും. എന്നാൽ ആ പ്രാന്തൻ തൊട്ടു പിന്നാലെ ഒരു കമ്പിയായി വന്ന് കേവിയുടെ തലക്കിട്ട് ഒരു ഒറ്റ അടിയാണ്. കേവിക്കിട്ട് നെരിവെട്ടം അടി പൊട്ടുന്ന കാണുന്ന ടീന ഓടി വന്ന് അവനെ പിടിക്കാൻ ശ്രമിക്കെങ്കിലും അവൻ അവളെയും തട്ടിമറിച്ചിടും. എന്നാൽ തൊട്ടു പിന്നാലെയാണ് ആൻഡോ അവന്റെ ബൈക്ക് എടുത്ത് അവന്റെ മേലേക്ക് ഒരു ഒറ്റ ഏറ് കൊടുക്കുന്നത്. അതും തട്ടി താഴെ വീഴുന്നവൻ താഴെ ഉണ്ടായിരുന്ന ഒരു ഗണ്ണെടുത്ത് അവനെ ഷൂട്ട് ചെയ്യാൻ നിൽക്കുമ്പോഴേക്ക് ആൻഡോ കയ്യിലുണ്ടായിരുന്ന കത്തി വെച്ച് അവന്റെ വയറ്റിനിട്ട് കുത്തി അവനെ കൊന്നുകളയും. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്ക് ടീനയുടെ ബോസ് ഹെലികോപ്റ്ററുമായിട്ട് അവിടെ എത്തി. അവരെ രക്ഷിക്കാനായിട്ട് അവിടെ എത്തി. എന്നാൽ ആ ജീപ്പിലുണ്ടായിരുന്ന ബോംബ് ആറ്റം ബോംബ് അവർ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് മനസ്സിലാവുക അത് ഡ്യൂപ്ലിക്കേറ്റ് ബോംബാണ്. ഒറിജിനൽ ബോംബ് എവിടെ പോയെന്ന് അവർക്ക് മനസ്സിലാവില്ല. അവർ പെട്ടെന്ന് തന്നെ എയർക്രാഫ്റ്റിലേക്ക് തിരിച്ചെത്തി ക്യാപ്റ്റനോട് ഇപ്പൊ എത്ര ഷിപ്പുകൾ കടലിലുണ്ടെന്ന് ചോദിക്കുന്ന നേരം അങ്ങനെ പറയും ഇന്നലെ രാത്രി മുതൽ ആ ദ്വീപ് വിട്ട് ഒരു ഷിപ്പ് പോലും കടലിലേക്ക് പോയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അവർ എന്തിലായിരിക്കും പോവുക എന്ന് അവർ ചിന്തിക്കുമ്പോഴാണ് ഏതെങ്കിലും മീൻ പിടിക്കുന്ന ബോട്ടിലാണെങ്കിലും അവർ പോയത്. അങ്ങനെ ഒരു മുക്കുവൻ നേതാവിനെ കൊണ്ടുവന്ന് ഇപ്പൊ എത്ര ബോട്ടുകൾ കടലിലുണ്ടെന്ന് ചോദിക്കുന്ന നേരം അങ്ങനെ പറയും ഇപ്പോൾ ഒരു 100-ന് മേലെ ബോട്ടുകൾ കടലിലുണ്ട്. അതാണെങ്കിൽ 60 കിലോമീറ്റർ റേഡിയസിലാണ് നിൽക്കുന്നത്. അത് ഇനിയും ദൂരേക്ക് പോവാണ് ചെയ്യുക. ഇത് കേൾക്കുന്ന കേവി മനസ്സിൽ ചിന്തിച്ച് നോക്കുമ്പോഴാണ് വിൻസുഗേര കമ്പനിയുടെ സ്ഥാപകന്റെ ഓരോ ഫോട്ടോകൾ അവന്റെ മനസ്സിലേക്ക് വരിക. ആ ഫോട്ടോസിലെല്ലാം അവൻ ഒരു ഷിപ്പ് കണ്ടിട്ടുണ്ട്, ഒരു ചെറിയ ബോട്ട് കണ്ടിട്ടുണ്ട്. അതിന്റെ പേര് ഡെഡേമ എന്നാണ്. മാത്രമല്ല അങ്കിൾ റോഡി പറഞ്ഞിട്ടുണ്ടല്ലോ ജർമ്മനിക്കാര് ആറ്റം ബോംബ് വാങ്ങാനായി മുങ്ങിക്കപ്പലിൽ വരുന്നത് 8 മണിക്കാണെന്ന്. ആ 8 മണിയാകാൻ ഇനി 20 മിനിറ്റ് കൂടിയേ ബാക്കിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവർ ആ ഡെഡേമ ബോട്ടിലായിരിക്കാം ആറ്റം ബോംബുമായിട്ട് പോയിട്ടുണ്ടാവുക. അവൻ പെട്ടെന്ന് തന്നെ ആ ഡെഡേമ ബോട്ടിനെ കോൺടാക്ട് ചെയ്യാൻ പറയും. മുക്കുവൻ പെട്ടെന്ന് തന്നെ ഡെഡേമ ബോട്ടിനെ കോൺടാക്ട് ചെയ്ത് ബോട്ടിലുള്ള വിക്ടോറിയക്ക് ഫോൺ എടുക്കാനായിട്ട് പറയും. എന്നാൽ ആ ബോട്ട് ഓടിക്കുന്ന ആള് പറയും നിങ്ങൾ എന്താ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കേവിയ ഫോൺ പെട്ടെന്ന് വാങ്ങി സംസാരിക്കും. വിക്ടോറിയ നീ ഇത് കേൾക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ഇന്ന് കുറച്ച് സമയം മുന്നേ ഞാൻ നിന്റെ ഭർത്താവിനെ കുത്തിക്കൊന്നു. അവനൊരു ധീരനായിട്ട് മരിക്കുമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അവൻ കെഞ്ചിക്കേണ് കൊഞ്ചി കുഴഞ്ഞാണ് മരിച്ചു വീണത്. അവൻ എപ്പോഴും പറയുന്നുണ്ടായിരുന്നു എന്നെ വെറുതെ വിട്ടാൽ ഞാൻ ആര് വേണമെങ്കിലും നിനക്ക് കൊണ്ടുതരാമെന്ന്. എന്നാൽ ഇത് കേൾക്കുമ്പോൾ ശരിക്കും ആ ബോട്ടിൽ വിക്ടോറിയ ഉണ്ടായിരുന്നു. അവൾ ആ ഫോൺ വാങ്ങിയിട്ട് പറയും നിന്റെ രക്തബന്ധത്തിൽ ഈ ലോകത്ത് ആരെങ്കിലും ഒരാൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അടുത്ത 1 വർഷത്തിനുള്ളിൽ അങ്ങനെ മരണപ്പെടും. അതിനുശേഷം നിന്നെയും ഞാൻ വന്ന് കൊല്ലും. ഇതേ സമയം തന്നെ അവൾ ആ മുങ്ങിക്കപ്പലിലേക്ക് ആറ്റം ബോംബ് കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം മനസ്സിലാക്കുന്ന കേവി പറയും ഇത്രയും നേരം ഞാൻ നിന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നില്ലേ, അപ്പോഴെല്ലാം ഞങ്ങൾ നിന്നെ ട്രാക്ക് ചെയ്യായിരുന്നു. എന്നാൽ ഇവിടെ നമ്മളുടെ കയ്യിൽ ഡ്യൂപ്ലിക്കേറ്റ് ബോംബാണ് ഉണ്ടായിരുന്നെങ്കിലും ആ ബോംബ് ഉപയോഗിച്ച് ഒറിജിനൽ ബോംബിനെ ഡീആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും, അതിന് ഓഫ് ചെയ്യാൻ പറ്റും. എന്നിരുന്നാലും ആറ്റം ബോംബ് പോലെ പൊട്ടില്ലെങ്കിലും ചെറുതായിട്ടൊന്ന് പൊട്ടും. അതുപോലെ തന്നെയാണ് ഈ ഡ്യൂപ്ലിക്കേറ്റ് ബോംബും. അതും വലുതായിട്ടൊന്നും പൊട്ടില്ലെങ്കിലും ചെറുതായിട്ടൊന്ന് പൊട്ടും. കേവി പെട്ടെന്ന് തന്നെ ആ ബോംബ് അവളുടെ ലൊക്കേഷനിലേക്ക് അവളുടെ ബോട്ടിലേക്ക് അയക്കാൻ പറയും. അങ്ങനെ പെട്ടെന്ന് തന്നെ അത് ലോഞ്ച് ചെയ്യും. അടുത്ത 42 സെക്കൻഡിൽ അത് അവിടെ എത്തി പൊട്ടും. കേവി വിക്ടോറിയയോട് പറയും ഇനി നിനക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ആ ബോട്ടിൽ നിന്നും ചാടി രക്ഷപ്പെടുക എന്നുള്ളത് മാത്രമാണ്. എന്നാൽ അവൾ മേലേക്ക് നോക്കുമ്പോഴാണ് ആ ബോംബ് ചീറി പാഞ്ഞു വരുന്നത്. അവൾക്ക് കൂടുതലൊന്നും സമയം കിട്ടില്ല. അത് അവളുടെ ബോട്ടിൽ വീണ് പൊട്ടിത്തെറിക്കും. അങ്ങനെ അവർ വന്ന മിഷൻ എല്ലാം അവസാനിച്ചു. അങ്ങനെ അന്ന് തന്നെ അവർ കെട്ടുപാണ്ടൊക്കെ ആയിട്ട് തിരിച്ചു പോകാൻ റെഡി ആവുകയാണ്. അന്നേരം ആൻഡോയുടെ ബോസ് വിളിച്ചു ചോദിക്കും നിന്റെ കയ്യിൽ ആ ബോംബ് ഉണ്ടാക്കാനുള്ള ഡാറ്റ ആ കമ്പ്യൂട്ടർ ഡിസ്ക് ഉണ്ടോന്ന്. അതിനവൻ പറയും അത് ആ ബോംബ് പൊട്ടിയപ്പോൾ തന്നെ വിക്ടോറിയയുടെ കൂടെ കടലിലേക്ക് ആഴ്ന്നിറങ്ങിപ്പോയെന്ന്. എന്നാൽ അങ്ങേര് പറയും പക്ഷെ ഞാൻ അങ്ങനെയല്ലല്ലോ കേൾക്കുന്നത്, നിന്റെ കൂടെയുള്ള CIA ഏജന്റിന്റെ കയ്യിൽ അതുണ്ടെന്നാണ് ഞാൻ കേൾക്കുന്നത്. അതില്ലാതെ എങ്ങാനും നീ ഇങ്ങോട്ട് വന്നാ നിന്റെ അച്ഛൻ അനുഭവിച്ച നാണക്കേടെല്ലാം നിനക്ക് ഓർമ്മയില്ലേ, അതുപോലെ നീയും അനുഭവിക്കേണ്ടി വരും. ഇത് കേട്ടവൻ ദേഷ്യത്തിൽ അവന്റെ കൺട്രോളെല്ലാം പോയി അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം അടിച്ചു പൊട്ടിക്കും, അതെല്ലാം തല്ലി തകർക്കും. എന്നിട്ട് നേരെ കേവിയുടെ റൂമിലേക്ക് ചെല്ലുന്ന നേരം കേവി റൂം തുറന്നെടുത്ത് പറയും ഇനി തിരിച്ചു പോയാൽ അറിയാം ബാക്കി എന്തൊക്കെയാണ് അവിടെ പോയി ചെയ്യാനുള്ളതെന്ന്. അതേസമയം കേവി കെട്ടും പാണ്ടവും എടുത്തു വെക്കുന്നതിൻ്റെ ഇടയിൽ ആ കമ്പ്യൂട്ടർ ഡിസ്കും നമ്മുടെ ആൻഡോ കാണുന്നുണ്ട്. അവൻ അതിനെക്കുറിച്ച് പിന്നെ ഒന്നും മിണ്ടില്ല. അവൻ ദേഷ്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഡ്രിങ്ക് എടുത്ത് കുടിക്കും. എന്നാൽ അവന്റെ മട്ടും ഭാവവും കാണുന്ന കേവി അവൻ ആ ഡിസ്ക് കണ്ടു എന്ന് മനസ്സിലാവുന്ന നേരം പെട്ടിയിൽ നിന്നൊരു ഗണ്ണ് എടുത്ത് വെക്കും. അഥവാ അവൻ ഷൂട്ട് ചെയ്താൽ തിരിച്ച് ഷൂട്ട് ചെയ്യാലോ. അവൻ മെല്ലെ പോക്കറ്റിൽ നിന്ന് ഗണ്ണെടുക്കുന്നത് ഇവിടെ കണ്ണാടി കൂടെ കാണാം. എന്നാൽ കേവി പെട്ടെന്ന് തന്നെ അവന്റെ കയ്യിലുണ്ടായിരുന്ന അവന്റെ അച്ഛന്റെ വാച്ച് എടുത്തു കൊടുക്കും. അത് കണ്ട ആൻഡോ ഞെട്ടി ആ വാച്ച് കയ്യിൽ കെട്ടിക്കൊണ്ടിരിക്കുന്ന നേരം അവനോട് ചോദിക്കും എന്റെ മിഷൻ ശരിക്കും എന്താന്ന് നിനക്കറിയോന്ന്. അതിനെ കേവി പറയും ഈ ഡിസ്ക് എങ്ങനെയാലും നിനക്ക് കൊണ്ടുപോകണം, അതിന് പറ്റിയില്ലെങ്കിൽ നീ എന്നെ കൊല്ലണം. എന്തായാലും രണ്ടുപേരും മനസ്സ് പറഞ്ഞ സ്ഥിതിക്ക് കൂടുതൽ പ്രശ്നമൊന്നും ഉണ്ടാവാതെ ഏതോ ഒരു ബാൽക്കണിയിൽ വന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടെ തന്നെ ടീനയും ഉണ്ട്. അപ്പോഴാണ് ടീനയുടെ ബോസ് അങ്ങോട്ട് വന്ന് പറയാ നിങ്ങൾ ഈ ഒരു മിഷൻ ഭംഗിയായി ചെയ്തതുകൊണ്ട് ഈ ഒരു ടീം ഇതുപോലെ തന്നെ നിലനിർത്തണമെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്.
കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പുതിയൊരു മിഷൻ കൂടിയുണ്ട്. അതൊരിക്കലും ഇവിടെ വെച്ചല്ല, ഇസ്താംബൂളിൽ വെച്ചാണ്. നിങ്ങളുടെ കോഡ് നെയിം അങ്കിൾ UNCLE. അങ്ങനെ പുതിയ മിഷനായി കാത്തു നിൽക്കുന്ന നമ്മുടെ ആളുകളെ കാണിച്ചുകൊണ്ട് ദ മാൻ ഫ്രം അങ്കിൾ എന്ന സിനിമ അവസാനിക്കുന്നു. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. പറഞ്ഞു വന്നപ്പോൾ സിനിമ കുറച്ച് നീണ്ടുപോയി എന്ന് എനിക്ക് മനസ്സിലായി. ഈ സിനിമയിൽ അത്രത്തോളം കാര്യങ്ങൾ പറഞ്ഞെടുക്കാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് ഇത്രയും നീണ്ടുപോയത്. എന്തായാലും നമ്മൾ ഇന്ന് കണ്ട സിനിമ ഇഷ്ടപ്പെട്ടവർ മറക്കാതെ ലൈക്ക് ചെയ്യുക. സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം മറക്കാതെ കമൻറ്റ് കൂടെ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. എന്നാൽ പിന്നെ നല്ലൊരു സിനിമയായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ഫിലിം ക്രോണിക്കിൾ.